വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ ഈ സന്ദർഭത്തിൽ വളരെ സുചിന്തിതമായി എടുത്ത ഒരു തീരുമാനമാണ് നിർഭയത്വം തൗഹീദിലൂടെ എന്ന ഈ പ്രമേയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കേരളത്തിൻ്റെ എല്ലാ മുക്കുമൂലകളിലും ഗ്രാമ നഗര പട്ടണ പ്രദേശങ്ങളിലെല്ലാം ഇതുപോലെയുള്ള ആദർശ പ്രയാണങ്ങൾ സംഘടിപ്പിക്കണം എന്നുള്ളത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ എല്ലായിടത്തും ആ പരിപാടി വളരെ നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് മനുഷ്യർക്ക് എല്ലാ വിഭവങ്ങളുമുണ്ട്, പക്ഷേ സമാധാനം മാത്രം അകലെ നിൽക്കുന്ന ഒരു സന്ദർഭമാണ് നമ്മുടെ നാടുകളിലൊക്കെ ഉള്ളത്. നിർഭയത്വത്തിന് വേണ്ടി ലോകം ദാഹിച്ചുകൊണ്ടിരിക്കുന്നു എന്നതിൻ്റെ ഒട്ടനവധി ഡാറ്റകൾ നമ്മുടെ മുമ്പിലുണ്ട്. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അവരുടെ ഒരു കണക്കനുസരിച്ച് 300 ദശലക്ഷക്കണക്കിന് ആളുകൾ ഇന്ന് ലോകത്ത് വിഷാദ രോഗത്തിന് അഥവാ ഡിപ്രഷന് വിധേയമായിക്കൊണ്ടിരിക്കുന്നുവെന്നാണ്. അവർക്കൊന്നും ഭൗതിക സൗകര്യങ്ങൾ ഇല്ലാത്തതുകൊണ്ടല്ല, അതെല്ലാം ഉണ്ടായിട്ടും ഇത്രയും അധികം ആളുകൾ എന്തുകൊണ്ട് ഡിപ്രഷനിലേക്ക് തള്ളപ്പെടുന്നു? ഓരോ സെക്കൻഡിലും ലോകത്ത് 40 പേർ ആത്മഹത്യ ചെയ്തുകൊണ്ടിരിക്കുന്നുവെന്നാണ് മറ്റൊരു കണക്ക്. ഒരു സെക്കൻഡിൻ്റെ സമയം എത്രയാണ് എന്ന് നിങ്ങൾക്കറിയാം. നമ്മുടെ വാച്ചിലെ സൂചി ഓരോ പ്രാവശ്യം ചലിക്കുമ്പോഴും ലോകത്ത് 40 ആളുകൾ ആത്മഹത്യ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ എത്രമേൽ മനുഷ്യൻ അസമാധാനത്തിൻ്റെ ആഴക്കടലിൽ മുങ്ങിത്തപ്പിക്കൊണ്ടിരിക്കുന്നു എന്നത് നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ. രക്തബന്ധങ്ങൾക്ക് പോലും യാതൊരു വിലയും കൽപ്പിക്കാത്ത സന്ദർഭങ്ങളാണ് നമ്മുടെ നാട്ടിലുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഈ കഴിഞ്ഞ ഏതാനും നാളുകളായി നമ്മുടെ മീഡിയകളിൽ, പത്രങ്ങളിൽ, ചാനലുകളിലൊക്കെ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അച്ഛൻ അമ്മയെ കുത്തിക്കൊന്നു, അതുപോലെ അമ്മ മകൻ്റെ കഴുത്ത് ഞെരിച്ചു കൊന്നു, മകൻ കത്തികൊണ്ട് രോഗാവസ്ഥയിൽ കിടക്കുന്ന അമ്മയെ കുത്തിക്കൊല്ലുകയുണ്ടായി. അതുപോലെ തന്നെ ഒരു വീട്ടിലെ കുടുംബാംഗങ്ങളെ ഒന്നിനു പുറകെ ഒന്നായി വല്യമ്മ മുതൽ സ്വന്തം അനുജൻ വരെ എല്ലാവരെയും ആമർ കൊണ്ട് തലക്കടിച്ചു കൊന്ന സംഭവങ്ങളും നമ്മൾ സാക്ഷികളായി. ഇതൊന്നും അവസാനത്തെ സംഭവങ്ങളല്ല, ഒറ്റപ്പെട്ടതുമല്ല. കേരളത്തിന് എന്ത് പറ്റിയെന്ന് എല്ലാവരും ഉറക്കെ ചോദിച്ചു കൊണ്ടിരിക്കുന്ന രംഗങ്ങളാണ് ഇതിലൂടെയൊക്കെ നമ്മൾ കണ്ടത്. സഹോദരങ്ങളെ, ഇത് ഞാൻ വിശദീകരിക്കേണ്ടതില്ല. നമ്മളെല്ലാവരും ഈ വാർത്തകൾ വായിക്കുന്നവരാണ്, കാണുന്നവരാണ്. എന്തുകൊണ്ട് മനുഷ്യൻ ഇങ്ങനെ സംഭവിക്കുന്നു? ഭയവിഹ്വലനായി മാറുന്നു. ഭൗതിക സൗകര്യങ്ങളുടെ കുറവല്ല അത്, മറിച്ച് എന്താണ് മനുഷ്യൻ, ആരാണ് മനുഷ്യൻ എന്നതിനെ സംബന്ധിച്ചുള്ള കൃത്യമായ കാഴ്ചപ്പാട് ഇന്ന് മനുഷ്യ സമൂഹത്തിന് ഉണ്ടായിട്ടില്ല എന്നത് തന്നെയാണ്. ഇവിടെയാണ് നമുക്ക് പറയാനുള്ളത്, മനുഷ്യന് സമാധാനമുണ്ടാകണമെങ്കിൽ അവനെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന സൃഷ്ടാവിൻ്റെ മാർഗനിർദ്ദേശങ്ങൾ സ്വീകരിക്കുന്നതിലൂടെ മാത്രമേ അവന് സമാധാനം ഉണ്ടാവുകയുള്ളൂ. എന്നിൽ നിന്നുള്ള മാർഗദർശനം നിങ്ങൾക്ക് വന്നു കിട്ടിയാൽ അതാര് സ്വീകരിക്കുന്നുവോ, ഉൾക്കൊള്ളുന്നുവോ, അവർക്ക് ദുഃഖിക്കേണ്ടി വരില്ല, അവർക്ക് വിഷമിക്കേണ്ടി വരില്ല, അവർക്ക് പ്രയാസപ്പെടേണ്ടി വരില്ല എന്നാണ് വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നത്. അതിൻ്റെ ഒരു മറുവശം എന്താണെന്ന് ചോദിച്ചാൽ, മനുഷ്യൻ അവൻ്റെ സൃഷ്ടാവിൽ നിന്നുള്ള മാർഗദർശനം പിൻപറ്റുന്നതിന് പകരം മനുഷ്യനിർമ്മിതമായ പ്രത്യയ ശാസ്ത്രങ്ങളെയോ ലിബറൽ സംസ്കാരങ്ങളെയോ മതനിരാസത്തിൻ്റെ ആവനാഴിയിൽ ആയുധങ്ങളെയോ ആണ് അവൻ പുൽകുന്നത് എങ്കിൽ അവൻ ദുഃഖിക്കേണ്ടി വരും, അവൻ വിഷമിക്കേണ്ടി വരും, അവൻ പ്രയാസപ്പെടേണ്ടി വരും എന്നത് തന്നെയാണ്. അതാണ് ഇന്ന് നമ്മൾ ലോകത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, അലാ, നിങ്ങൾ അറിയുക, ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണ ഒന്നുകൊണ്ട് മാത്രമേ
നിങ്ങൾക്ക് സമാധാനമുണ്ടാവുകയുള്ളൂ എന്നാണ്. അതുകൊണ്ട് എൻ്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന ഈ കാരാപറമ്പ് അങ്ങാടിയിലെ ആരെങ്കിലും വ്യക്തിപരമായി എന്തെങ്കിലും സങ്കടങ്ങളോ വിഷമങ്ങളോ അനുഭവിക്കുന്നുണ്ടെങ്കിൽ, കുടുംബപരമായ എന്തെങ്കിലും ആദ്യം നിങ്ങളെ വേട്ടയാടുന്നുണ്ട് എങ്കിൽ, സാമൂഹ്യമായ എന്തെങ്കിലും പ്രശ്നങ്ങൾ നിങ്ങളെ വരിഞ്ഞു മുറുക്കുന്നുണ്ട് എങ്കിൽ, ഇതിൻ്റെ പരിഹാരം തേടി നമ്മൾ അലയേണ്ടത് പുറത്തല്ല, സ്വന്തം അകത്ത് തന്നെയാണ്. നമ്മൾ നമ്മുടെ റബ്ബിനെ മനസ്സിലാക്കിയിട്ടുണ്ടോ? നമ്മുടെ ജീവിതത്തിന് ലക്ഷ്യം തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? ഉണ്ട് എങ്കിൽ യാതൊരു പ്രശ്നത്തിൻ്റെ മുമ്പിലും നമ്മൾ ആടി ഉലയുകയില്ല. ഒരിക്കലും നമുക്ക് നിരാശയുണ്ടാവുകയില്ല. കാരണം എന്താ? എനിക്ക് എത്രമേൽ പ്രയാസങ്ങൾ വന്നാലും, ബുദ്ധിമുട്ടുകൾ വന്നാലും, സങ്കടങ്ങൾ വന്നാലും, ദുഃഖങ്ങൾ വന്നാലും അതെല്ലാം എൻ്റെ റബ്ബ് കാണുന്നുണ്ട്. ഈ ലോകമെന്ന് പറയുന്നത് നശ്വരമാണ്, നൈമിഷികമാണ്. ഇത് പരീക്ഷാഹാളാണ്. യഥാർത്ഥത്തിൽ എനിക്ക് ജീവിക്കാനുള്ളത് നാളെ പരലോകത്താണ്. അതുകൊണ്ട് ആ പരലോകത്തേക്കുള്ള ഒരു പാഥേയം മാത്രമാണ് ഈ ദുനിയാവ് എന്ന് ചിന്തിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് നഷ്ടങ്ങളൊന്നും നഷ്ടങ്ങളേ അല്ല. അയാൾ ഒരിക്കലും നിരാശയുടെ ആഴക്കടലിൽ നീന്തിപ്പോകുന്ന സാഹചര്യം ഉണ്ടാവില്ല. കാരണം എന്താ? കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത് വഇന്നമാ തുവഫൗന ഉജൂറകും യൗമൽ ഖിയാമഹ ഫമൻ സുഹ്സിയ അനിന്നാർ വഉദ്ഖിലൽ ജന്ന. എല്ലാ ആത്മാവും മരിക്കുമെന്ന് മാത്രമല്ല ഖുർആൻ പറഞ്ഞത്, മറിച്ച് മരണത്തിന്റെ രുചി നിങ്ങൾ ആസ്വദിക്കുമെന്നാണ്. അത് എല്ലാവരും അത് അനുഭവിക്കും. എപ്പോഴാണെന്ന് പോലും നമുക്ക് പറയാൻ കഴിയില്ല. അങ്ങനെ മരണത്തോടുകൂടി മണ്ണിലങ്ങ് ലയിച്ചു പോകുന്നവരാണോ നമ്മൾ? ഒരിക്കലുമല്ല. ഇന്നമാ തുവഫൗന ഉജൂറകും യൗമൽ ഖിയാമ. ഖിയാമത്ത് നാളിലാകുന്നു നിങ്ങൾ നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനും, നിങ്ങൾ തിന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനും പൂർണ്ണമായ പ്രതിഫലം ലഭിക്കുന്നത് നാളെ പരലോകത്താകുന്നു എന്നാണ്. സുഹൃത്തുക്കളെ, ഇതൊരു സത്യമല്ലേ? ഇതൊരു യാഥാർത്ഥ്യമല്ലേ? ഇന്ന് നമ്മുടെ കോടതികളാകട്ടെ, മറ്റുള്ള സംവിധാനങ്ങളാകട്ടെ, അവിടെ നിന്നൊക്കെ തെളിവുകൾ മാറ്റിവെക്കുകയാണ്. തങ്ങളുടെ വക്കീൽ ഏറ്റവും വാചാലമായി വാദിക്കാൻ കഴിയുന്ന ഒരു വക്കീലാണെങ്കിൽ, എത്ര വലിയ കുറ്റം ചെയ്ത ആളാണെങ്കിലും ഒരു പക്ഷേ അയാൾക്ക് അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോരാൻ കഴിയും. നടുറോട്ടിൽ വെച്ച് കടാര ഉപയോഗിച്ചുകൊണ്ട് ആളുകളെ മലർത്തി കുത്തി കുത്തി കല്ലുകൊണ്ട് തലക്കടിച്ചടിച്ച് കൊല്ലുന്നത് CCTV ക്യാമറകളിൽ എല്ലാ ചാനലുകൾ തോറും നമ്മൾ കണ്ട ദൃശ്യം. അങ്ങനെ ആ പ്രതിയെ കയ്യോടെ പിടികൂടി കൊണ്ടുപോയി ലോക്കപ്പിലിട്ട് ഏതാനും വർഷങ്ങൾ കഴിഞ്ഞ് പിന്നെ നമ്മൾ പത്രങ്ങളിൽ ഒരു ദിവസം വാർത്ത കാണുകയാണ്, അയാൾ നിരപരാധിയായി, അയാൾ ഇതാ സമൂഹത്തിലൂടെ ഇറങ്ങി നടന്നുകൊണ്ടിരിക്കുന്നുവെന്ന്. അങ്ങനെ അയാൾ സമൂഹത്തിലൂടെ നിരപരാധിയാണെന്ന് പറഞ്ഞ് ഇറങ്ങി നടക്കുമ്പോൾ അതിൽ വേദനിച്ചുകൊണ്ട് അവരെ പോയി പ്രതികാരം തീർത്ത, ഈ കൊല്ലപ്പെട്ട വ്യക്തിയുടെ കുടുംബാംഗങ്ങൾ പോയി പ്രതികാരം തീർത്ത സംഭവങ്ങൾ നമ്മുടെ മഞ്ചേരി അങ്ങാടിയിൽ പോയും ഉണ്ടായത് നമുക്ക് ഓർമ്മയുണ്ട്. എന്തേ കാര്യം? നിയമത്തിന്റെ നൂലാമാലകളിൽ പലതും വ്യാഖ്യാനിച്ച് അത് തെളിവല്ലെന്ന് പറഞ്ഞ് അവർ രക്ഷപ്പെടുകയാണ്. അപ്പൊ നമ്മുടെ മനസ്സ് വേദനിക്കുന്നുണ്ട്. ഈ ആളുകൾക്കൊരു കുറ്റം, അവർക്ക് കൃത്യമായ ശിക്ഷ വിധിക്കാൻ എന്ത് സംവിധാനമാണ് ഇവിടെ ഉള്ളത് എന്ന്. അവിടെയാണ് ഒരു വിശ്വാസിക്ക് ആശ്വാസമായി കൊണ്ട് ഈ പരലോക വിശ്വാസം കടന്നു വരുന്നത്. മാലികി യൗമിദ്ദീൻ, പ്രതിഫല നടപടിയുടെ ഉടമസ്ഥനായ അള്ളാഹുവിനാകുന്നു സർവസ്തുതിയുമെന്ന് 5 തവണ നമ്മൾ നമസ്കാരത്തിൽ പറയുന്നത് എന്തുകൊണ്ടാ? അതെ, ഇവിടെ എത്രയെത്ര നിരപരാധികളെ ആറ്റം ബോംബ് ഉപയോഗിച്ചും അതുപോലെ തന്നെ മിസൈൽ ഉപയോഗിച്ചുകൊണ്ടും നിരപരാധികളായ കുഞ്ഞുങ്ങളെ വേട്ടയാടുന്ന സാമ്രാജ്യത്വ ശക്തികൾ മുതൽ നമ്മുടെ നാട്ടിലുള്ള ഗുണ്ടാ സംഘങ്ങൾ വരെ അഴിഞ്ഞാടുമ്പോൾ അവരാരൊക്കെ തന്നെ ഏതൊക്കെ കോടതികളിൽ നിന്ന് രക്ഷപ്പെട്ടാലും അവർക്കെല്ലാം തന്നെ മറുപടി പറയേണ്ടുന്ന, അവരെങ്ങനെ അവർ മറ്റുള്ളവരെ ഉപദ്രവിച്ചുവോ അതേപോലെ അവരെ തിരിച്ചുപദ്രവിക്കുന്ന, അവർ എത്രമേൽ അവരെ ക്രൂരമായി കൊലപ്പെടുത്തിയോ അതിലും ക്രൂരമായി തിരിച്ചു കൊലപ്പെടുത്തുന്ന ഒരു ലോകം വരാനുണ്ട്. അതാകുന്നു പരലോകമെന്ന് പറയുന്നത്. അവിടെയാണ് എല്ലാവർക്കും തുല്യമായ ശിക്ഷ കിട്ടുക. അതേപോലെ തന്നെ നന്മ ചെയ്ത ആളുകൾക്ക് കൃത്യമായ കൂലിയും കിട്ടുക. സുഹൃത്തുക്കളെ, ഈ വിശ്വാസം ഉണ്ടല്ലോ, ഇതുള്ള ഒരു വ്യക്തിക്ക് വല്ലാത്ത സമാധാനം ഉണ്ടാവും, വല്ലാത്ത നിർഭയത്തുണ്ടാവും. കാരണം എന്താ? ആരെന്നെ ചെറുതാക്കിയാലും, ആരെന്നെ പരിഹസിച്ചാലും, ആരെന്നെ ഇല്ലായ്മ ചെയ്യാലും, ഭരണകൂടങ്ങളും നാട്ടുകാരും മുതലാളിമാരും കയ്യൂക്കുള്ളവരും കാര്യക്കാരും എല്ലാവരും എൻ്റെ നേരെ നെഞ്ചൂക്കോടുകൂടി കടന്നു വന്നാലും എനിക്ക് നാളെ പരലോകത്തിന്റെ റബ്ബുണ്ട്. നീതിന്യായ കോടതിയിൽ
ഞാൻ നിരപരാധിയാണെന്ന് തെളിയിക്കപ്പെടും എന്ന വിശ്വാസത്തിൽ അടിയുറച്ചു പോകാൻ വിശ്വാസികൾക്ക് മാത്രമേ കഴിയുകയുള്ളൂ. അതുകൊണ്ട് ഞാനിതാ ഈ കാരപറമ്പിൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരോടും പറയട്ടെ, നമുക്ക് സമാധാനമുണ്ടാകാൻ, നമുക്ക് സ്വസ്ഥതയുണ്ടാകാൻ നമ്മൾ അല്ലാഹുവിലേക്ക് മടങ്ങുക, പരലോക ചിന്തയിലേക്ക് മടങ്ങുക, ആ പടച്ച തമ്പുരാനെ മനസ്സിലാക്കുക, എന്നിട്ട് അതിന് കീഴൊതുങ്ങി നമ്മൾ ജീവിക്കുക. എന്നാൽ പൂർണ്ണ സമാധാനത്തോടുകൂടി നമുക്ക് ജീവിക്കാൻ കഴിയുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. പക്ഷെ ഇതിന് പകരം ആൾക്കാരെന്താ ചെയ്യണത്? സമാധാനം കിട്ടാൻ വേണ്ടി ഈ അസ്വസ്ഥമായ മനസ്സുണ്ടാകുമ്പോൾ അതിനൊരു ഇക്വേഷൻ കാണാറുള്ളത് എന്താ അറിയോ? ബോധം ഉണ്ടാകുമ്പോഴല്ലേ ഭയം ഉണ്ടാവുകയുള്ളൂ, പേടി ഉണ്ടാവുകയുള്ളൂ, സമാധാനക്കേട് ഉണ്ടാവുകയുള്ളൂ. എന്നാൽ ബോധം തന്നെ ഉണ്ടില്ലാതെയാക്കുക. അതിനു വേണ്ടിയാണ് മയക്കുമരുന്ന് കുത്തിവെക്കുന്നത്, അതിനുവേണ്ടിയാണ് കഞ്ചാവ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്, അതിനുവേണ്ടിയാണ് പല രീതിയിലുള്ള മദ്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം അങ്ങനെ മദ്യം ഉപയോഗിക്കുമ്പോൾ, ലഹരി ഉപയോഗിക്കുമ്പോൾ തൻ്റെ പ്രശ്നങ്ങളൊക്കെ മറക്കപ്പെടും. അപ്പം തൽക്കാലം ഒരു ആശ്വാസം കിട്ടുന്നത് പോലെ തോന്നും. പക്ഷെ ആ മദ്യത്തിൻ്റെ ലഹരി ഇങ്ങനെ ഇറങ്ങിപ്പോണതിനനുസരിച്ച് എന്ത് ചെയ്യും? ആ പ്രശ്നങ്ങളൊക്കെ ഇരട്ടി ഭാരത്തോടു കൂടി തിരിച്ചു വരും. അപ്പോൾ വീണ്ടും കുടിക്കേണ്ടി വരും. അങ്ങനെയാണ് ആളുകൾ മദ്യത്തിന് അടിമയായി മാറിക്കൊണ്ടിരിക്കുന്നത്, അധർമ്മങ്ങൾക്ക് അടിമയായിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നിർഭയത്വം ഉണ്ടാകാൻ വേണ്ടി ആളുകൾ ചെയ്യുന്ന രണ്ട് വഴികളാണ്. അതിലൊന്ന് അധാർമിക കാര്യങ്ങളിലേക്ക് പോകുന്നു എന്നതാണ്, സംഗീതത്തിലേക്ക് പോകുന്നു എന്നതാണ്, DJ പാർട്ടികളിലേക്ക് പോകുന്നു എന്നതാണ്, മദ്യത്തിലേക്കും മയക്കുമരുന്നിലേക്കും പോകുന്നു എന്നതാണ്. പക്ഷെ അതൊക്കെ നൈമിഷികമായ സുഖങ്ങൾ. ആ സുഖം എന്നത് കൊട്ടേഷനിലാണ്, അത് യഥാർത്ഥ സുഖമല്ല. അതുകൊണ്ട് അതൊരിക്കലും തന്നെ, ആ വഴി ഒരിക്കലും തന്നെ എന്തല്ല, നമുക്ക് നിർഭയത്വവും സമാധാനവും തരുന്ന വഴിയല്ല. അപ്പൊ എന്തേ സമാധാനം തരുള്ളൂ? ദീനേ സമാധാനം തരുള്ളൂ, അള്ളാഹിനെ കുറിച്ചുള്ള ദിക്റുകളെ സമാധാനം തരുള്ളൂ. പക്ഷെ ഇവിടെ ഒരു പ്രശ്നമുള്ളത്, ആൾക്കാർ ചോദിക്കണ ഒരു വൈരുദ്ധ്യം എന്താന്ന് ചോദിച്ചാൽ, അല്ല മൗലവി നിങ്ങൾ പറഞ്ഞതൊക്കെ ശരിയാണ്, ദീനുണ്ടെങ്കിൽ, ഇസ്ലാം ഉണ്ടെങ്കിൽ, അള്ളാഹിനെ കുറിച്ചുള്ള ബോധം ഉണ്ടെങ്കിൽ ഇതുപോലുള്ള അസ്വസ്ഥതയും പ്രയാസവും ബുദ്ധിമുട്ടും ഒന്നും ഒരിക്കലും എന്ത് ചെയ്യൂല, ഉണ്ടാവുകയില്ല. ശരിയാണ് നിങ്ങൾ പറഞ്ഞതൊക്കെ. പക്ഷെ നമ്മളെ പത്രങ്ങളിൽ പലപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന വാർത്തകളിൽ നിങ്ങൾ ഈ പറയുന്ന ദീനും നിങ്ങൾ ഈ പറയുന്ന ഇസ്ലാമും ഒക്കെ ഉണ്ട് എന്ന് പറയുന്ന ആളുകൾ തന്നെയല്ലേ യഥാർത്ഥത്തിൽ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാണ്. ചില പത്രങ്ങളിൽ പിന്നെ കൊലപാതകങ്ങളും ക്രൂരകൃത്യങ്ങളും മയക്കുമരുന്നും അതുപോലുള്ള പ്രശ്നങ്ങൾക്കൊക്കെ പിടിക്കപ്പെടുന്ന ആളുകളിൽ മുസ്ലിം പേരുകളുണ്ട് അല്ലേ? അപ്പൊ ഒരു വൈരുദ്ധ്യമുണ്ട്. അപ്പൊ അതെന്താ സംഭവം? നിങ്ങൾ ഈ പറയുന്ന മതം വിശ്വസിക്കുന്നു, അവരങ്ങനത്തെ ഒരു മഹലിലാണ് പോണത്, ഇതൊക്കെ ഉണ്ടായിട്ടും പിന്നെന്താ അവർക്ക് ഇതങ്ങനെ സംഭവിക്കാൻ കാരണം? അവരെന്താ പേടിക്കാൻ കാരണം? അവർക്കെന്താ ഒരു സമാധാനവും നിർഭയത്വവും കിട്ടാതെ പോകുന്നത്? എന്തുകൊണ്ട് അവർ ഭയപ്പെടുന്നു? അതായത് കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി അഥവാ അഭൗതികമായ മാർഗത്തിലൂടെ ഞങ്ങൾക്ക് എന്തോ പ്രയാസങ്ങൾ വരും, ബുദ്ധിമുട്ടുകൾ വരും എന്ന ഒരു വിചാരത്തിൽ അസ്വസ്ഥരായി നടക്കുന്നവരാണ് മുസ്ലിം സമുദായത്തിലെ ഒരു മഹാഭൂരിപക്ഷം ആളുകൾ ഇപ്പോഴും. അപ്പൊ ആളുകൾ ചോദിക്കാണ്, ഈ അള്ളാഹുവിലുള്ള വിശ്വാസവും പരലോകത്തുള്ള വിശ്വാസവും ഒക്കെ ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പേടി, ഇങ്ങനെ ഒരു ഭയം ആളുകളെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത്? അതിനൊരുപാട് അനുഭവങ്ങൾ ആളുകൾ നിരത്താറുണ്ട്. കറുത്ത ഒരു പൂച്ച റോഡിലൂടെ വിലങ്ങ് ഓടിയാൽ അന്ന് വാഹനമെടുത്ത് യാത്ര ചെയ്യാൻ ധൈര്യമില്ലാത്ത ആളുകൾ എന്തുകൊണ്ടുണ്ടാകുന്നു? പോകുന്ന നേരത്ത് ആരെങ്കിലും ഒന്ന് തുമ്മിയാൽ അതൊരു പ്രശ്നമാണ് എന്ന് തോന്നുന്നത് എന്തുകൊണ്ടാണ്? മുന്നിൽ ഒഴിഞ്ഞ പാത്രം ദൃശ്യമായാൽ അതെന്തോ ഒരു കുരുത്തക്കേട് കൊണ്ടുവരുന്നതാണ് എന്ന് തോന്നുന്നത് എന്തുകൊണ്ടാണ്? ഏതെങ്കിലും യാത്രക്ക് ഇറങ്ങുന്ന നേരം ആരെങ്കിലും പിന്നിൽ നിന്ന് വിളിച്ചാൽ അതെന്തോ ഒരു ശകുനത്തിൻ്റെതാണ് എന്ന് തോന്നാനുള്ള കാരണം എന്താണ്? അതുപോലെ തന്നെ കത്തി നിലത്ത് തറച്ചു വീണാൽ അതെന്തോ ഒരു ശകുനമാണ് എന്ന് വിചാരിക്കുന്ന കാരണം എന്താണ്? എരിയുന്ന വിളക്ക് പെട്ടെന്ന് അണഞ്ഞു പോയാൽ അതെന്തോ ഒരു ശുഭലക്ഷണമല്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ആരെങ്കിലും ഉമ്മറപ്പടിയിൽ കയറിയിരുന്നാൽ അതെന്തോ ഒരു പ്രശ്നമുണ്ടാക്കുമെന്ന് തോന്നുന്നത് എന്തുകൊണ്ടാണ്? പ്രത്യേകമായ ഒരു പക്ഷി അസമയത്ത് വന്ന് കരഞ്ഞാൽ, കുറുകിയാൽ അതെന്തോ ഒരു ബുദ്ധിമുട്ട് കൊണ്ടുവരുമെന്ന് തോന്നുന്നത് എന്തുകൊണ്ടാണ്? വീടിന്റെ വടക്ക് ഭാഗത്ത് വന്നിരുന്നു കൊണ്ടൊരു കാക്ക കരഞ്ഞാൽ അതെന്തോ ഒരു അഭൗതികമായ മാർഗത്തിലൂടെ എനിക്കെന്തോ കുഴപ്പം വരുത്തുമെന്ന് വിചാരിക്കുന്നത് എന്തുകൊണ്ടാണ്? രാത്രി സമയത്ത് മൂങ്ങയൊന്ന് മൂളിപ്പറന്നാൽ അതെന്തോ ബുദ്ധിമുട്ട് കൊണ്ടുവരുമെന്ന് വിചാരിക്കുന്നത് എന്തുകൊണ്ടാണ്? വീട്ടുമുറ്റത്തൊരു ചമ്പോത്ത് വന്നിരുന്നാൽ അതെന്തോ ഒരു ശകുനപ്പിഴയാണെന്ന് തോന്നുന്നത് എന്തുകൊണ്ടാണ്? തുടർച്ചയായി കണ്ണ് തുടിച്ചുകൊണ്ടിരുന്നാൽ അതെന്തോ ഒരു അശുഭലക്ഷണമാണെന്ന് പറയാൻ കാരണം എന്താണ്? അതുപോലെ തന്നെ ചില ആളുകൾ ഭയത്തിൽ നിന്ന് മാറാൻ വേണ്ടി ഏലസുകൾ അരയിൽ കെട്ടുന്നു, അതുപോലെ തന്നെ ഐക്കല്ലുകൾ കെട്ടുന്നു.
അതെങ്ങാനും മറ്റുപോയാൽ വല്ലാത്ത അസ്വസ്ഥതയും ഭയവും കാണിക്കുന്നത് എന്തുകൊണ്ടാണ്? വസ്ത്രം അബദ്ധത്തിലെങ്ങാനും മുള്ളുകൊണ്ടൊന്ന് കീറിയാൽ അതൊരു അശുഭ ലക്ഷണമാണെന്ന് തോന്നാനുള്ള കാരണം എന്താണ്? കൈവെള്ളയിൽ ചൊറിച്ചിൽ അനുഭവപ്പെട്ടാൽ അതിന് വ്യത്യസ്തമായ വ്യാഖ്യാനങ്ങൾ ഉണ്ടാക്കുന്നത് എന്തുകൊണ്ടാണ്? രോഗം മാറാൻ വേണ്ടി ചരടിൽ ജപിച്ചുകൊണ്ട് അവിടെയും ഇവിടെയും കെട്ടുന്നത് എന്തുകൊണ്ടാണ്? കുട്ടികളുടെ അരയിൽ കെട്ടിക്കൊടുക്കുന്നത് എന്തുകൊണ്ടാണ്? എന്തെങ്കിലും ആപത്ത് വരുമ്പോൾ, ബുദ്ധിമുട്ട് വരുമ്പോൾ ചികിത്സക്ക് ഡോക്ടറെ കാണുന്നതിന് പകരം ഏതെങ്കിലും ദുർമന്ത്രവാദികളുടെ അടുക്കൽ കൊണ്ടുപോകുന്നത് എന്തുകൊണ്ടാണ്? കച്ചവടം കുറയുമ്പോൾ അവിടെ ഇവിടെങ്ങളിലായി പ്രത്യേകമായ തകിടുകൾ കെട്ടിത്തൂക്കുന്നത് എന്തുകൊണ്ടാണ്? ഇങ്ങനെ ചോദിച്ചു പോവുകയാണ് എങ്കിൽ ഇന്ന് നമ്മുടെ സമുദായത്തിന്റെ ഉള്ളിൽ നിർഭയത്വമുണ്ട് എന്ന് വാക്കുകൾ കൊണ്ട് പറയുകയും എന്നാൽ പ്രവൃത്തികൾ കൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്നത് യാതൊരു സമാധാനവുമില്ലാതെ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന ഒരുപാട് ആളുകളെ നമ്മുടെ സമൂഹത്തിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു വൈരുദ്ധ്യം നിങ്ങൾക്ക് തോന്നുന്നില്ലേ? നമ്മൾ ഏകദൈവ വിശ്വാസികളാണ്, തൗഹീദിൽ ഉൾക്കൊള്ളുന്ന ആളുകളാണ്. ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു എന്ന് കൃത്യമായി നമ്മൾ ഓർമ്മപ്പെടുത്തുമ്പോഴും എന്തുകൊണ്ടാണ് ആ വിശ്വാസമുണ്ടായിട്ടും ഈ അവസ്ഥ നമുക്ക് വരാനുള്ള കാരണം? ഇവിടെയാണ് യഥാർത്ഥ തൗഹീദ് നമ്മൾ തിരിച്ചറിയപ്പെടാതെ പോയിരിക്കുന്നു. അല്ലാഹുവിനെ കണക്കാക്കേണ്ട പ്രകാരം നിങ്ങൾ കണക്കാക്കിയില്ല, അള്ളാഹുവിനെ മനസ്സിലാക്കേണ്ട പ്രകാരം നിങ്ങൾ മനസ്സിലാക്കിയില്ല. നിങ്ങൾ വേഷം കൊണ്ട് മുസ്ലിം ആയിരിക്കാം, പേരുകൊണ്ട് സമുദായത്തിലെ മെമ്പർ ആയിരിക്കാം, ഏതെങ്കിലും മഹല്ലിൽ നമ്മൾ ഉണ്ടായിരിക്കാം, പക്ഷേ അള്ളാഹുവിനെ അറിയേണ്ടത് പ്രകാരം നമുക്കറിയാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് ഈ അസ്വസ്ഥതകളോടുകൂടി ഇന്നും സമുദായത്തിലെ വലിയൊരു വിഭാഗം ജീവിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഞാൻ ഉറക്കെ പറയുന്നു, ഈ അങ്ങാടിയിലുള്ള മുഴുവൻ സുഹൃത്തുക്കളോടും സൂചിപ്പിക്കുന്നു, നമുക്ക് സമ്പൂർണ്ണ നിർഭയത്വം ഉണ്ടാകണമെങ്കിൽ നമ്മുടെ പേരൊരു മുസ്ലിം പേരായാൽ മാത്രം പോരാ, നമ്മൾ ഏതെങ്കിലും ഒരു മുസ്ലിം മഹല്ലിലെ മെമ്പർഷിപ്പിൽ പേരുണ്ടായാൽ മാത്രം പോരാ, മറിച്ച് പടച്ച തമ്പുരാനെ കൃത്യമായി അറിയുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ സമ്പൂർണ്ണ നിർഭയത്വം ഉണ്ടാവുകയുള്ളൂ. അഥവാ തൗഹീദിലൂടെ, ശുദ്ധമായ ഏകദൈവ വിശ്വാസത്തിലൂടെയല്ലാതെ നമുക്ക് സമാധാനം ഉണ്ടാവുകയില്ല എന്ന് മനസ്സിലാക്കണം. പക്ഷെ ഇത് പറയുമ്പോ തൗഹീദിലൂടെ മാത്രമേ നിർഭയത്വം ഉണ്ടാവുള്ളൂ. തൗഹീദിന്റെ പ്രാധാന്യം വളരെ പ്രധാനമാണ്. ശിർക്ക് നിങ്ങൾ ചെയ്യാൻ പാടില്ല, അത് ചെയ്താൽ നരകത്തു പോകും എന്നൊക്കെ ഇതുപോലെ പ്രസംഗിക്കുമ്പോൾ പല ആളുകളും അടക്കം പറയുന്ന ചില കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഒരുപക്ഷെ എന്നെ കേൾക്കുന്ന ആളുകളുടെ മനസ്സിലും നിങ്ങൾ ചിന്തിക്കാനുണ്ടാവും, മുജാഹിദീങ്ങളുടെ പ്രസംഗമൊക്കെ നല്ലതാണ് അല്ലേ? ചിലപ്പോൾ നിങ്ങൾ പറയുന്നത് ആ മൗലവി മഗ്‌രിബിന് മുമ്പ് കുറേ നല്ല കാര്യങ്ങളാണ് പറഞ്ഞത്, നമ്മളെ കുട്ടികളെ സോഷ്യൽ മീഡിയനെ പറ്റിയും രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ടതിനെ പറ്റി, അതൊക്കെ കാലത്തിന് ആവശ്യമുള്ളൊരു സാധനം. പക്ഷെ ഇശാ നിസ്കാരം കഴിഞ്ഞ് വന്നു നോക്കുമ്പോൾ മൂപ്പരിപ്പോൾ ഞങ്ങളെ നേരം കേട്ടാ, ഞങ്ങളൊക്കെ പാടെ ശിർക്ക് ആരോപിക്കാനും കുഫ്ർ ആരോപിക്കാനും അതൊക്കെയാണ്. അങ്ങനെ ഒരു ധാരണ ഒരു പക്ഷേ ചില ആളുകളുടെ മനസ്സിലുണ്ടാവും. ഞാൻ അവരെ കുറ്റപ്പെടുത്തണമൊന്നുമില്ല. നിങ്ങൾ ഈ പ്രസംഗം മുഴുവൻ കേൾക്കുമെങ്കിൽ ഞാൻ ചില കാര്യങ്ങൾ പറയാം. ചില ആളുകൾ പറയാൻ എന്താ വെച്ചാൽ, മുജാഹിദീങ്ങൾ മൈക്ക കെട്ടിയാൽ അവർ തൗഹീദ് 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 പറഞ്ഞു കൊടുക്കും, ശിർക്ക് 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 എന്ന് പറഞ്ഞു കൊടുക്കും. ഇതല്ലാതെ വേറെ ഓൽക്കൊന്നും പറയാല്ല. ഒന്നുകൂടി കടത്തി പറയും ചില ആളുകൾ. പണ്ടൊക്കെ നമ്മൾ ഈ അങ്ങാടിയിലും വടി ഈ കാവനൂരും അതേപോലെ കാരാവറും ഇവിടെയൊക്കെ സുന്നി മുജാഹിദൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയും, തൗഹീദും ശിർക്കും പറയും, സുന്നത്തും ബിദഅത്തും പറയും, കർക്കുണ്ടാവും, ചിലപ്പോൾ സംവാദത്തിലേക്ക് ഒത്തൊക്കെ ചെയ്തിരുന്നു. പക്ഷെ പണ്ടത്തെ കാലമല്ലല്ലോ. ഇപ്പോഴത്തെ കാലം എന്ന് പറഞ്ഞാൽ നമ്മളെ ഭരിക്കുന്നതാരാ? ഒരു വർഗീയ ഗവൺമെന്റാണ് കേന്ദ്രത്തിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ മാത്രമല്ല, മുസ്ലിങ്ങൾക്കെതിരിൽ ഒരുപാട് നിയമനിർമ്മാണങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. പൗരത്വ ഭേദഗതി നിയമം നമ്മൾ കണ്ടു, അതുപോലെ തന്നെ ഏക സിവിൽ കോഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ കണ്ടു, വഖഫ് നിയമ ഭേദഗതി നമ്മൾ കണ്ടു. അങ്ങനെ തുടങ്ങി ഒട്ടനവധി കരി നിയമങ്ങൾ മുസ്ലിം സമുദായത്തിന് ഉന്നം വെച്ചുകൊണ്ട് കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ വ്യത്യസ്തമായ ലെയറുകളിൽ നിന്നും ഒക്കെ ഉണ്ടായി വരുമ്പോൾ അതിനെ എല്ലാവരും സമുദായം എന്ന നിലക്ക് ഒറ്റക്കെട്ടായി എതിർത്ത് തോൽപ്പിച്ച് അങ്ങനെയുള്ള വിഷയങ്ങളിൽ ഒന്നിച്ച് മുന്നോട്ട് പോകുന്നതിന് പകരം ഇവിടെ തൗഹീദും ശിർക്കും പറഞ്ഞ് സുന്നത്തും ബിദ്അത്തും പറഞ്ഞ് അവനെ മുശ്രിക്കാക്കി ഇവനെ കാഫിറാക്കി പോകേണ്ട കാര്യമുണ്ടോ എന്നൊരു പക്ഷേ പല ആളുകളും ചോദിക്കാറുണ്ട്. സോഷ്യൽ മീഡിയകളിൽ കമന്റുകൾ പറയാറുണ്ട്. ഞാൻ അവരെയൊന്നും കുറ്റം പറയുന്നില്ല. ഒരു കാര്യം ഞാൻ പറയാം, ഈ വേദിയിൽ നിന്ന്
ആരെയും കുഫ്ർ ആരോപിക്കുന്നില്ല, ആരെയും ശിർക്ക് ആരോപിക്കുന്നില്ല. നിങ്ങൾ കുഫറിലാണ്, നിങ്ങൾ ശിർക്കിലാണ്, നിങ്ങൾ നരകത്തിലാണ് എന്ന് പറയാൻ ഈ വേദി ഞങ്ങൾ ഉപയോഗിക്കുന്നില്ല. കാരണം എന്തെന്ന് ചോദിച്ചാൽ ഞങ്ങൾക്കതിന് അവകാശമില്ല. സൃഷ്ടി ലോകത്ത് ഒരാൾക്കും അല്ലാഹു അതിന് അനുവാദം കൊടുത്തിട്ടില്ല. ആരാണ് സ്വർഗത്തിൽ, ആരാണ് നരകത്തിൽ, ആരാണ് രക്തസാക്ഷി എന്നുള്ളതൊക്കെ അള്ളാഹുവിന് മാത്രം അറിയാവുന്ന കാര്യങ്ങളാണ്. അത് നാളെ പരലോകത്ത് വിചാരണക്ക് വെക്കുന്ന കോടതിയിലാണ്. ആരാണ് നല്ലവൻ, ആരാണ് ചീത്ത ചെയ്തവൻ, ആരാണ് സ്വർഗത്തിലേക്ക് പോകുന്നവൻ എന്നൊക്കെ തീരുമാനിക്കുക അള്ളാഹുവിന്റെ കോടതിയിലാണ്. പക്ഷേ നമുക്കൊരു കാര്യം പറയാൻ പറ്റും, ഇന്ന കാര്യം ശിർക്കാണ്, ഇന്ന കാര്യം ബിദ്അത്താണ്, അത് ചെയ്താൽ അത് ചെയ്യുന്നത് മുഖേന ആ ആളുകൾ നരകത്തിലേക്ക് പോകും, അതിൽ നിന്ന് വിട്ടു നിന്നാൽ നിങ്ങൾ സ്വർഗത്തിലേക്ക് പോകും. ഇത് വ്യവച്ഛേദിച്ച് പറഞ്ഞു കൊടുക്കുക എന്നത് മാത്രമാണ് പ്രവാചകന്മാരഖിലവും ചെയ്തിട്ടുള്ളത്. അതേ കാര്യം മാത്രമേ ഈ വേദിയിൽ നിന്ന് നമ്മളും ചെയ്യുന്നുള്ളൂ. അതല്ലാതെ ആരെയും ആരോപിക്കുവാനോ അടച്ചാക്ഷേപിക്കുവാനോ ഞങ്ങൾ ഒരിക്കലും തന്നെ ആളല്ല എന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്. പിന്നെ എന്താ പ്രശ്നം? ഈ സമയത്ത് ഇതാണോ പറയേണ്ടത് എന്നാണ്. തൗഹീദ് അതുപോലെയുള്ള ശാഖാപരമായ പ്രശ്നങ്ങൾ അതൊക്കെ ഓരോരുത്തർ അവനവന്റെ അനുസരിച്ച് ചെയ്തോട്ടെ എന്നാണ് പലരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒരു തിരുത്ത് ആവശ്യമുണ്ട് എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. സുഹൃത്തുക്കളെ, നമുക്കറിയാമല്ലോ, പ്രവാചകന്മാർ 1,00,000 പ്രവാചകന്മാർ ഇവിടെ വന്നിട്ടുണ്ട്. അത് 25 പ്രവാചകന്മാരുടെ പേരുകൾ വിശുദ്ധ ഖുർആൻ എടുത്തു പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അവർക്കിറങ്ങിയ വേദഗ്രന്ഥങ്ങളെ കുറിച്ച് സൂചനകളുണ്ട്. എന്നാൽ അതിലൂടെയൊക്കെ അവരെന്താണ് സമൂഹത്തോട് പറഞ്ഞ ഒന്നാമത്തെ കാര്യം, പ്രഥമമായ കാര്യമെന്ന് വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. നോക്കൂ നിങ്ങൾ, നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം ജനസമൂഹങ്ങളിലേക്ക് വന്നുകൊണ്ട് പറഞ്ഞതെന്താ? അവിടുന്ന് പറഞ്ഞു, യാ ഖൗമി ഉബ്ദുല്ലാഹ മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറുഹു. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പറയാണ്, എന്റെ ജനങ്ങളെ, നിങ്ങൾ അല്ലാഹുവിനെ ആരാധിക്കുവീൻ, അവനല്ലാതെ നിങ്ങൾക്ക് യാതൊരു ദൈവവുമില്ല. അപ്പൊ നൂഹ് നബി പറഞ്ഞത് അല്ലാഹുവിനെ ആരാധിക്കണമെന്നാണ് പ്രഥമമായി പറഞ്ഞത്. പിന്നീട് വന്ന ഹൂദ് നബിയോ, യാ ഖൗം, ജനങ്ങളെ, ഉബ്ദുല്ലാഹ മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറുഹു അഫലാ തത്തഖൂൻ, നിങ്ങൾ അല്ലാഹുവിനെ മാത്രം ആരാധിക്കുവീൻ, അവനല്ലാതെ നിങ്ങൾക്ക് യാതൊരു ദൈവവുമില്ല. ഇത് തന്നെയാണ് സ്വാലിഹ് അലൈഹിസ്സലാത്തു വസ്സലാമയും പറയുന്നത്. യാ ഖൗമി ഉബ്ദുല്ലാഹ മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറുഹു ഹുവ അൻശഅകും മിനൽ അർള്, എന്റെ ജനങ്ങളെ, നിങ്ങൾ അല്ലാഹുവിനെ ആരാധിക്കുവീൻ, അവനല്ലാതെ നിങ്ങൾക്ക് യാതൊരു ദൈവവുമില്ല. ഇത് തന്നെയാണ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയും പറഞ്ഞത്. വഇബ്രാഹീമ ഇദ് ഖാല ലിഖൗമിഹി ഉബ്ദുല്ലാഹ വത്തഖൂഹ്, ഇബ്രാഹിം തന്റെ ജനതയോട് പറഞ്ഞ സന്ദർഭം, നിങ്ങൾ അല്ലാഹുവിനെ ആരാധിക്കുക, അവനെ നിങ്ങൾ സൂക്ഷിക്കുക. ഇത് തന്നെയാണ് ശുഐബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ജനങ്ങളോട് പറഞ്ഞത്. യാ ഖൗം, ജനങ്ങളെ, ഉബ്ദുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ മാത്രം ആരാധിക്കണം, മാലക്കും മിൻ ഇലാഹിൻ ഗൈറുഹു, അവനല്ലാതെ നിങ്ങൾക്ക് ഒരു ആരാധ്യനുമില്ല. ഇത് തന്നെയാണ് ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമയും അല്ലാഹു ജനങ്ങളോട് പറഞ്ഞത്. വഖാല മസീഹു യാ ബനി ഇസ്രായീൽ ഉബ്ദുല്ലാഹ റബ്ബീ വറബ്ബുക്കും, മസീഹ് പറഞ്ഞു, ഇസ്രായേൽ സന്തതികളെ, എന്റെയും നിങ്ങളുടെയും രക്ഷിതാവായ അല്ലാഹുവിനെ മാത്രം നിങ്ങൾ ആരാധിക്കുവീൻ. ഇത് തന്നെയാണ് നമ്മുടെ മുത്തു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും പറഞ്ഞത്. ഖുൽ യാ അയ്യുഹന്നാസ്, ഏ ജനങ്ങളെ, ഇന്നി റസൂലുള്ളാഹി ഇലൈക്കും ജമീഅ, തീർച്ചയായും ഞാൻ നിങ്ങളിലേക്ക് എല്ലാവരിലേക്കുമുള്ള അള്ളാഹുവിന്റെ ദൂതനാകുന്നു. എന്നിട്ട് ശേഷം പറഞ്ഞതെന്താ? ഫആമിനൂ ബില്ലാഹി വറസൂലിഹി, അതിനാൽ നിങ്ങൾ അള്ളാഹുവിലും അവന്റെ ദൂതനിലും വിശ്വസിക്കുവീൻ. ചുരുക്കി പറഞ്ഞാൽ, ലോകത്ത് വന്ന മുഴുവൻ പ്രവാചകന്മാരെ കുറിച്ചും പേരു പറയാതെ തന്നെ എല്ലാ പ്രവാചകന്മാരും പ്രഥമവും പ്രധാനവുമായി സമൂഹത്തോട് പറഞ്ഞതെന്താണെന്ന് വിശുദ്ധ ഖുർആൻ സൂറത്ത് അംബിയാവിന്റെ 25-ാമത്തെ ആയത്തിലൂടെ പറയുന്നത് നോക്കൂ. വമാ അർസൽനാ മിൻ ഖബ്ലിക മിൻ റസൂലിൻ ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅ്ബുദൂൻ, ഞാനല്ലാതെ യാതൊരു ദൈവവുമില്ല, അതിനാൽ എന്നെ മാത്രം നിങ്ങൾ ആരാധിക്കൂ എന്ന ആ വഹയ് നൽകിക്കൊണ്ടല്ലാതെ നിനക്ക് മുമ്പ് ഒരു ദൂതനെയും ഞാൻ അയച്ചിട്ടില്ല. ചില ആളുകൾ പറയാറുണ്ട്, എന്ത്, ചില പ്രവാചകന്മാരെ പേര് പറഞ്ഞിട്ട് പറയുന്നത്, അവരൊക്കെ അളക്കത്തിലും തൂക്കത്തിലും കൃത്രിമത്വം കാണിക്കാൻ പാടില്ല, സ്വവർഗരതി ചെയ്യാൻ പാടില്ല, ഇങ്ങനെ കുറെ പ്രശ്നങ്ങളുമായിട്ട് സാമൂഹ്യ ജീർണതയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുമായിട്ട് ചില പ്രവാചകന്മാർ കടന്നു വന്നിട്ടില്ലേ, അവരൊന്നും തൗഹീദ് അല്ലല്ലോ പറഞ്ഞിട്ടുള്ളത്
എന്നൊക്കെ പറയാൻ ശ്രമിക്കാറുണ്ട്. അവർക്കെല്ലാവർക്കുമുള്ള ഒന്നിച്ചുള്ള മറുപടിയാണെന്ന് പറഞ്ഞത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹ് പറയാണ്, നിനക്ക് മുമ്പ് ഞാൻ ഒരു പ്രവാചകനെയും പറഞ്ഞയച്ചിട്ടില്ല, എങ്ങനെയല്ലാതെ ഈ തൗഹീദ് കൊടുത്തുകൊണ്ടല്ലാതെ എന്ന്. ഈ ഒരു കാരാപറമ്പ് അങ്ങാടിയിൽ എന്നെ കേൾക്കുന്ന സഹോദരങ്ങളോട് ഞാൻ ചോദിക്കട്ടെ സുഹൃത്തുക്കളെ, എല്ലാ പ്രവാചകന്മാരും പറഞ്ഞ ഈ കാര്യം നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ, ഏകഛത്രാധിപതികളായ രാജാക്കന്മാർ വാണിരുന്ന ഒരുപാട് ആളുകൾക്കിടയിലാണ് പ്രവാചകന്മാർ വന്നിട്ടുള്ളത്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഈ തൗഹീദ് പറഞ്ഞതിന്റെ പേരിൽ അദ്ദേഹത്തെ പിടിച്ച് അഗ്നികുണ്ഡത്തിലേക്ക് വലിച്ചെറിയുന്ന രംഗം നമ്മൾ കാണുന്നുണ്ട്. എന്നിട്ടും ഇബ്രാഹിം നബി ആ പടച്ച തമ്പുരാനെ കുറിച്ചും തൗഹീദിനെ കുറിച്ചും തന്നെയാണ് പറഞ്ഞത്. അപ്പൊ എന്തെല്ലാം പ്രശ്നങ്ങൾ നമ്മൾ അനുഭവിക്കുന്നുണ്ടെങ്കിലും ആ പ്രശ്നങ്ങളെക്കാൾ ഏറ്റവും വലിയ പ്രശ്നമാണ് അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക എന്നത്, ആരാധിക്കാൻ ജനങ്ങളോട് പറയുക എന്നത്. അതുകൊണ്ട് ഞാൻ പറയുന്നു, രാജ്യന്മാര് ഭരിച്ചാലും ഫാസിസത്തിന്റെ എല്ലാ ദ്രംഠങ്ങളും അവർ അതുകൊണ്ട് അഴിഞ്ഞാടിയാലും അതെല്ലാം ഒരു ഭാഗത്ത് നിൽക്കുമ്പോഴും അതിനേക്കാളും വലിയ പ്രശ്നമാണ് ശിർക്ക് എന്ന് പറയുന്നത്, ബഹുദൈവത്വം എന്ന് പറയുന്നത്. കാരണം ഈ അക്രമങ്ങൾ കൊണ്ടും പ്രശ്നങ്ങൾ കൊണ്ടും ഒരു പക്ഷേ നമ്മുടെ പൗരത്വം നഷ്ടപ്പെട്ടേക്കാം, ഏറി വന്നാൽ നമ്മുടെ ജീവൻ നഷ്ടപ്പെട്ടേക്കാം. പക്ഷേ പരലോകത്ത് നമ്മൾ എഴുന്നേറ്റ് വരും. പരലോകത്ത് എഴുന്നേറ്റ് വന്നാൽ അവിടെ നമുക്ക് രക്ഷപ്പെടണമെങ്കിൽ നമ്മൾ അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കണം. അതിന് പകരം നമ്മൾ ശിർക്ക് ചെയ്താണ് മരിക്കുന്നതെങ്കിൽ ശാശ്വതമായ നരകമാണ് അവിടെ നമ്മളെ കാത്തിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ആലോചിക്കൂ, ജനങ്ങളോട് ഒന്നാമതായി പറയേണ്ട കാര്യം എന്താ? നമ്മൾ ഈ തൗഹീദിനെ കുറിച്ച് തന്നെ പറയണം. അള്ളാഹുവിനോട് മാത്രമേ നിങ്ങൾ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ എന്ന് പറയണം. പക്ഷെ ഇത് പറയുമ്പോ ഇന്ന് ഭയങ്കര തർക്കാണ് അല്ലേ? തൗഹീദും ശിർക്കും പറഞ്ഞാല് അപ്പോഴേക്ക് വെല്ലുവിളിയായി, സംവാദമായി, മുഖാമുഖമായി അല്ലേ? കുറച്ച് മുസ്ലിയാക്കന്മാരപ്പുറത്ത്, മൗലവിമാർ ഇപ്പുറത്ത്, എന്നിട്ട് സംവാദം. അപ്പൊ അവസാനം എന്തായി? കുറെ ആയത്ത് അങ്ങോട്ട് ഓതുന്നു, കുറെ ഹദീസ് ഇങ്ങോട്ട് പറയുന്നു, കുറെ ഇബാറത്ത് വായിക്കുന്നു. കേൾക്കണ മൊത്ത ആളുകൾക്ക് എന്ത് തോന്നും? അള്ളാഹിനോട് മാത്രം പ്രാർത്ഥിക്കണം എന്ന ആ ആശയൊന്നും അല്ല. അള്ളാഹ് എല്ലാത്തോരോടും പ്രാർത്ഥിക്കാം, അതിന് കുറെ തെളിവുണ്ട്, പ്രമാണമുണ്ട് എന്ന് തോന്നും വിധത്തിലാണ് ഈ തർക്കങ്ങൾ കൊണ്ടുപോയി എത്തിക്കുന്നത്. അപ്പൊ ചില ആളുകൾക്ക് അത് തോന്നാറുണ്ട്, എന്തോ ഈ പറയുന്നതിൽ കാര്യമുണ്ട്, അള്ളാഹിനോട് മാത്രം ഒന്നും പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല. അത് കാര്യമില്ല തോന്നുക മാത്രമല്ല, അങ്ങനെ ചെയ്യുന്ന ആളുകളുണ്ട്. ഞാനിപ്പോ അടുത്ത ദിവസം മഞ്ചേരി അങ്ങാടിയിൽ സംസാരിച്ചു. ഞാൻ അപ്പൊ പറഞ്ഞൊരു അനുഭവം, അങ്ങനത്തെ അനവധി അനുഭവങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകും. അതായത് ഒരു കുട്ടിക്ക് ഷോക്ക് അടിച്ചിട്ട് ആ കുട്ടി കിടന്ന് പെടയാണ്. ആ പെടയുന്ന സമയത്ത് പോലും ആ കുട്ടിയെ വാരിയെടുത്തുകൊണ്ട് അവന്റെ മാതാപിതാക്കൾ അവിടെ വെച്ചുകൊണ്ട് വിളിക്കുന്നത് അള്ളാഹുവേ എന്റെ കുട്ടിയെ കാക്കണേ എന്നല്ല, മറിച്ച് ആ രക്ഷിതാക്കൾ പറയുന്നത് ബദരീങ്ങളെ എന്റെ കുട്ടിനെ കാക്കണേ എന്നാണ്. ജീവൻ പെടയുമ്പോൾ, സ്വന്തം കയ്യിൽ സ്വന്തം കുട്ടിയുടെ ജീവൻ പെടയുന്ന സമയത്ത് പോലും പടച്ചോനെ എന്റെ കുട്ടിനെ കാക്കണേ എന്ന് പറയാൻ നമ്മുടെ നാട്ടിലുള്ള ഉമ്മമാർക്ക് കഴിയാത്ത വിധം ആ സമയത്ത് പോലും ബദരീങ്ങളെ കാക്കണേ എന്ന് വിളിക്കുന്നുവെങ്കിൽ എത്രമേൽ അള്ളാഹുവിനെ ഉറപ്പിക്കേണ്ട, അള്ളാഹുവിനെ വിളിക്കേണ്ട സ്ഥാനത്ത് മറ്റുള്ളവരെ നമ്മൾ ആളുകൾ വിളിച്ചുകൊണ്ടിരിക്കുന്നു, ഭരമേൽപ്പിച്ചു കൊണ്ടിരിക്കുന്നു എന്നതിന്റെ തെളിവാണ് ആ കാണുന്നത്. അപ്പൊ ഇത് പറയുമ്പോൾ ചില ആളുകൾ പറയാ, നിങ്ങളല്ലെങ്കിലും ബദരീങ്ങളെ കുറ്റം പറയുന്ന പോലാണ് ഞങ്ങളെ മുസ്താദന്മാർ പറയലുണ്ട്. ഇപ്പൊ അത് വസ്തുതയാണ്, ശരിയായി ഇപ്പൊ പറയണില്ലേ? ഞാൻ ഇപ്പൊ കുറ്റം പറഞ്ഞോ? ഞാൻ ഇപ്പൊ ബദരീങ്ങളെ കുറ്റം പറഞ്ഞോ? ബദരീങ്ങളെ കാക്കണേന്ന് വിളിക്കരുതേനെ പറഞ്ഞുള്ളൂ. അതെന്തുകൊണ്ടാ? ബദർ ഉണ്ടായത് അതിനു വേണ്ടിയാണ്. അള്ളാഹിനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയും സഹാബത്തും വാദിച്ചത്. അപ്പുറത്തുള്ള അബൂജഹലും കൂട്ടരും വാദിച്ചത് ലാത്തയോടും ഉസ്സയോടും മനാത്തയോടും ഒക്കെ ഞങ്ങൾ പ്രാർത്ഥിക്കും, അതും ശരിയാണ് എന്ന് പറയാനാണ്. അതാണ്. അപ്പോ എന്താണ് വ്യത്യാസം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും കൂട്ടരും പറയുന്നത് അള്ളാഹിനോട് മാത്രം, അബൂജഹലും കൂട്ടരും പറയുന്നത് അള്ളാഹിനോടും പ്രാർത്ഥിക്കുക, വേറുള്ളവരോടും പ്രാർത്ഥിക്കുക. അവരുടെ സ്വഭാവം എന്താണെന്ന് ചോദിച്ചാൽ, കപ്പലിലൂടെ ഇങ്ങനെ യാത്ര പോകുമ്പോൾ തിരമാലകളിലൊക്കെ പെട്ടാൽ പടച്ചോനെ കാക്കണേ എന്നാണ് അള്ളാഹിനോട് മാത്രം പ്രാർത്ഥിക്കും. എന്നാൽ കരയിലേക്ക് രക്ഷപ്പെട്ടാലോ അവരതാ അള്ളാഹുവിൽ പങ്കു ചേർക്കുകയും ചെയ്യും. ഇതായിരുന്നു അവരുടെ സ്വഭാവം.
ആ സ്വഭാവക്കാരോടാണ് റസൂൽ എന്ത് ചെയ്തത്? ബദറിൽ യുദ്ധം ചെയ്തത്. അപ്പൊ ബദരീങ്ങളുടെ വിശ്വാസം എന്താ? അള്ളാഹിനോട് മാത്രം പ്രാർത്ഥിക്കണം എന്നാണ്. ആ അള്ളാഹിനോട് മാത്രം പ്രാർത്ഥിക്കണം എന്ന് വിശ്വസിക്കുകയോ ചെയ്യണവരാണ് ബദരീങ്ങളെ സ്നേഹിക്കലാകുക. പക്ഷെ നമ്മളെ നാട്ടിൽ ഇപ്പൊ നടക്കണത് എന്താ? ആ അബൂജഹലിന്റെ ആ വിശ്വാസം അനുസരിച്ച് കൊണ്ട് ആണെന്ത് പലരും ആ രീതിയിലാണ് പോകുന്നത്. അപ്പൊ അങ്ങനെ അത് പാടില്ല എന്നാണ് നമ്മൾ പറയുന്നത്. ബദരീങ്ങളെ സ്നേഹിക്കാത്തവൻ ഒരിക്കലും തന്നെ മുസ്ലിം അല്ല. ബദരീങ്ങളെ ഇഷ്ടപ്പെടാത്തവൻ മുസ്ലിം അല്ല. ബദരീങ്ങളെ ആദരിക്കാത്തവൻ മുഅ്മിൻ അല്ല. കാരണം ഒന്നാമത്തെ ബദറിൽ പങ്കെടുത്തതാരാ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. പിന്നീട് സഹാബത്തുകളാണ്. അവരെയൊക്കെ ഇഷ്ടപ്പെടണം. അവരുടെ ഇഷ്ടപ്പെടുന്നത് എങ്ങനെ? അവരാരോട് പ്രാർത്ഥിച്ചോ ആ അള്ളാഹിനോട് മാത്രം നമ്മൾ പ്രാർത്ഥിക്കുക. അതാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. ഞാൻ നിങ്ങളോട് ഒരു കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങൾ അന്വേഷിക്കും. അത് മുസ്ലിയാക്കന്മാരോട് നിങ്ങൾക്ക് ചോദിക്കാം, നിങ്ങൾ ആദരിക്കുന്ന ആളുകളോട് ചോദിക്കാം, നിങ്ങൾ ബഹുമാനിക്കുന്നവരോട് അന്വേഷിക്കാം. എന്തെന്നറിയോ? വിശുദ്ധ ഖുർആനിൽ എവിടെയെങ്കിലും അള്ളാഹു അല്ലാത്തവരോടൊരു പ്രാർത്ഥന ഉള്ള ഒരായത്ത് നിങ്ങൾ ആരോടെങ്കിലും ഒന്ന് അന്വേഷിച്ച് കിട്ടുകയാണെങ്കിൽ നമ്മുടെ ഈ കാരാപറമ്പുള്ള പ്രവർത്തകരെ കയ്യിൽ കൊണ്ടുപോയി കൊടുക്കണം. ആ ആയത്ത് നമ്പറുകൾ പറഞ്ഞു കൊടുക്കണം. ഒരുപാട് പ്രാർത്ഥനകൾ ഖുർആനിലുണ്ട്. ആ പ്രാർത്ഥനകൾ ഏതെങ്കിലും ഒന്ന് അള്ളാഹു അല്ലാത്ത, അതിനു മുമ്പ് മരണപ്പെട്ടു പോയ ആരോടെങ്കിലും ഉണ്ടോ എന്ന് നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ സുഹൃത്തുക്കളെ, പഠിച്ചു നോക്കൂ. വിശുദ്ധ ഖുർആനിലെ എല്ലാ പ്രാർത്ഥനയും പ്രാർത്ഥിക്കാൻ അള്ളാഹുവിന്റെ കൽപ്പന എന്താ? വഖാല റബ്ബുക്കും ഉദ്ഉനി അസ്തജിബ് ലക്കും. നിങ്ങളുടെ നാഥൻ പറഞ്ഞിരിക്കുന്നു, നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കൂ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം. നമസ്കാരത്തിലെ തേട്ടം എന്താ? ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ. നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു. അള്ളാഹു നമ്മളോട് ഏറ്റവും അടുത്തുള്ളവനാണ്. ഫഇന്നീ ഖരീബുൻ ഉജീബു ദഅവത്തദ് ദാഇ ഇദാ ദഅൻ. തീർച്ചയായും ഞാൻ ഏറ്റവും അടുത്തുള്ളവനാകുന്നു. പ്രാർത്ഥിക്കുന്നവൻ എന്നോട് പ്രാർത്ഥിച്ചാൽ ഞാൻ അതിനുത്തരം നൽകുന്നതാണ്. പാപമോചനത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയെ കുറിച്ച് ഖുർആൻ പറഞ്ഞത് എന്താ? റബ്ബന, ഞങ്ങളുടെ റബ്ബേ, ഫഗ്ഫിർ ലനാ ദുനൂബനാ വകഫിർ അന്നാ സയ്യിആതിനാ. ഞങ്ങളുടെ നാഥ, ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങൾക്ക് നീ പുറത്തു തരികയും ഞങ്ങളുടെ തിന്മകൾ മായ്ച്ചു കളയുകയും ചെയ്യണമേ. സന്താനങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന ആരോടാ? റബ്ബി ജഅൽനി മുഖീമസ്സലാത്തി വമിൻ ദുർരിയതി. എൻ്റെ നാഥ, എന്നെയും എൻ്റെ സന്തതികളെയും നമസ്കാരം നിലനിർത്തുന്നവരാക്കണേ. ഇങ്ങനെ തുടങ്ങി എല്ലാ പ്രാർത്ഥനകളും വിശുദ്ധ ഖുർആനിൽ പറഞ്ഞതൊക്കെ അള്ളാഹിനോടാണ്. പിന്നെ രണ്ടാം പ്രമാണം ഹദീസാണല്ലോ. ഹദീസിൽ എവിടെയെങ്കിലും അള്ളാഹുവിനോടല്ലാത്ത ഒരു പ്രാർത്ഥനയുണ്ടോ എന്ന് നിങ്ങളൊന്ന് അന്വേഷിച്ചു നോക്കുവിൻ. എന്തിനും ചോദിക്കേണ്ടത് അള്ളാഹുവിനോടാണ്. ഇദാ സഅൽത ഫസ്അലില്ലാഹ് വഇദസ്തഅൻത ഫസ്തഇൻ ബില്ലാഹ്. നീ ചോദിക്കുന്നുവെങ്കിൽ അള്ളാഹുവിനോട് ചോദിക്കുക. നീ സഹായം തേടുന്നുവെങ്കിൽ അള്ളാഹുവിനോട് സഹായം തേടുക. പ്രഭാതത്തിലും പ്രദോഷത്തിലും പ്രാർത്ഥന പഠിപ്പിച്ചിട്ടുണ്ട്. ആരോടാ? അല്ലാഹുമ്മ ബിക അസ്ബഹ്നാ വബിക അംസൈനാ വബിക നഹ്യാ വബിക നമൂതു വഇലൈക നുശൂർ. അല്ലാഹുവേ, നിന്റെ സഹായത്താൽ ഞാനിതാ പ്രഭാതത്തിലായിരിക്കുന്നു, നിന്റെ സഹായത്താൽ ഞങ്ങളിതാ പ്രദോഷത്തിലും എത്തിയിരിക്കുന്നു, നിന്റെ ഇച്ഛയാൽ ഞങ്ങൾ ജീവിക്കുന്നു, നിന്റെ ഇച്ഛയാൽ ഞങ്ങളിതാ മരിക്കുന്നു. നിന്നിലേക്കാണ് ഞങ്ങളുടെ ഉയർത്തെഴുന്നേൽപ്പുള്ളത്. അല്ലാതെ മുഹിയുദ്ദീൻ ഷെയ്ഖിലേക്കാണ് എന്നല്ല, മൂസാ നബിയിലേക്കാണ് എന്നല്ല, ഈസാ നബിയിലേക്കാണ് എന്നല്ല, മറിയം ബീവിയിലേക്കാണ് എന്നല്ല, എല്ലാം അല്ലാഹുവിലേക്കാണ്. രോഗമുണ്ടായാൽ ആ രോഗത്തിൽ നിന്ന് ശമനം കിട്ടാനുള്ള തേട്ടം എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രോഗികളെ സന്ദർശിക്കുമ്പോൾ പ്രാർത്ഥിച്ചത് എന്താ? അല്ലാഹുമ്മ റബ്ബന്നാസ് അദ്ഹബിൽ ബഅസ് ഇശ്ഫി അൻത ശാഫി എന്ന് തുടങ്ങുന്ന പ്രാർത്ഥനയാണ് മനുഷ്യരുടെ രക്ഷിതാവായ അല്ലാഹുവേ, ഈ പ്രയാസം നീ നീക്കി കൊടുക്കണേ, ഇവർക്ക് നീ ശിഫ നൽകണേ. ഇങ്ങനെയാണ് പ്രാർത്ഥന. അല്ലാഹുവിനോടുള്ള പാപമോചനത്തിനോ അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത ഖലഖ്തനീ വഅന അബ്ദുക് എന്ന് തുടങ്ങുന്ന പ്രാർത്ഥനയിലും നമുക്കത് കാണാം. ഭയപ്പെടുമ്പോൾ അതിൽ നിന്നുള്ള രക്ഷക്കോ അല്ലാഹുമ്മ ഇന്നാ നജഅലുക ഫീ നുഹൂരിഹിം വനഊദു ബിക മിൻ ശുറൂരിഹിം. അല്ലാഹുവേ, ശത്രുക്കളുടെ നേരെ ഞങ്ങൾ നിന്നെ ഇതാ മുൻനിർത്തുന്നു, അവരുടെ തിന്മകളിൽ നിന്ന് ഞങ്ങൾ ഇതാ നിന്നോട് കാവൽ തേടുന്നു. അപ്പൊ ഞാൻ പറഞ്ഞത് എന്താ? ഖുർആൻ ആകട്ടെ ഹദീസ് ആകട്ടെ, അവിടങ്ങളിലെല്ലാം തന്നെ പ്രാർത്ഥനകൾ മുഴുവനും അള്ളാഹുവിനോടാണ്. ഞാൻ അതെന്തിനാ അത്ര വിശദമായി പറയണതെന്ന് അറിയാം. ആളുകളുടെ രൂപം എന്താന്ന് വെച്ചാൽ തർക്കിച്ച്
അല്ലാത്തവരോട് പ്രാർത്ഥിക്കാൻ എന്തോ ഭയങ്കര തെളിവുണ്ട് എന്ന് തോന്നിപ്പിക്കുകയാണ്. ഇതൊക്കെ ഖുർആനിലോ, ഞാൻ ചോദിക്കുകയാണ്, ഖുർആനിലോ ഹദീസിലോ എവിടെയാണ് അല്ലാത്തവരോടൊരു പ്രാർത്ഥന പഠിപ്പിച്ചിട്ടുള്ളത്? മനുഷ്യൻ മരിക്കണ സമയത്താണല്ലോ വേദന കൂടുതൽ ഉണ്ടാകുക, ആ സമയത്താണല്ലോ നമ്മൾ വേദനിക്കുക, അപ്പോഴാണല്ലോ നമ്മൾ വസിയത്ത് പറയാം. പ്രവാചകന്മാർ അഖിലവും മരണസമയത്ത് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അവർ വസിയത്ത് ചെയ്യുമ്പോൾ അവർക്ക് തൊട്ടു മുമ്പുള്ള ആ പ്രവാചകന്മാരെ പിടിച്ചുകൊണ്ടാണോ വസിയത്ത് ചെയ്തത്? അതോ അവരുടെ മക്കളോട് ഭൗതികമായ കാര്യങ്ങളാണോ അവരോട് പറഞ്ഞു കൊടുത്തത്? അല്ല. എല്ലാവരും ഇവിടുന്ന് വഫാത്താകുന്ന സമയത്ത് മക്കളെ മുഴുവൻ വിളിച്ചു കൂട്ടിക്കൊണ്ട് അവർ പറഞ്ഞതെന്താ? അള്ളാഹിനോട് മാത്രങ്ങൾ പ്രാർത്ഥിക്കണം കേട്ടോ, ആ തൗഹീദിന്റെ കാര്യം പഴപ്പിക്കരുത് കേട്ടോ. യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാം, ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ മക്കളോട് മരണസമയത്ത് അദ്ദേഹം ചോദിച്ചത് എന്താ? ഇത് ഖാല ലിബനീഹി മാ തഅബുദൂന മിൻ ബഅദി, എനിക്ക് ശേഷം നിങ്ങൾ എന്തിനെയാണ് ആരാധിക്കുക? അവര് പറഞ്ഞു, ഞങ്ങളുടെയും താങ്കളുടെ പിതാക്കളുടെയും ദൈവമായ ആ ഏകനായ അള്ളാഹുവിനെ മാത്രമേ ഞങ്ങൾ ആരാധിക്കുകയുള്ളൂ. അപ്പൊ കുട്ടികളിൽ നിന്ന് ആ വാക്ക് വാങ്ങിക്കൊണ്ടാണ് അവർ മരണപ്പെട്ടു പോകുന്നത്. ലുക്മാനുൽ ഹക്കീം മകന് നൽകിയ ഏറ്റവും വലിയ ഉപദേശം എന്തായിരുന്നു? യാ ബുനയ്യ, പൊന്നുമോനെ, ലാ തുശ്രിക് ബില്ലാഹ് ഇന്ന ശിർക ലദുൽമുൻ അളീം, എൻ്റെ പ്രിയപുത്ര, നീ അള്ളാഹുവിൽ ഒരിക്കലും തന്നെ പങ്കു ചേർക്കരുത്. കാരണം തീർച്ചയായും ശിർക്ക് എന്ന് പറയുന്നത് വലിയ അക്രമം തന്നെയാണ്. നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം മരണസമയത്ത് മകനോട് പറഞ്ഞത് എന്താ? ആമുറുക ബിലാ ഇലാഹ ഇല്ലാ ബില്ലാഹ്, ഞാൻ നിന്നോട് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുറുകെ പിടിക്കാൻ ഇതാ കൽപ്പിക്കുന്നു എന്നാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മരണത്തിന് 5 ദിവസം മുമ്പ് രോഗശയ്യയിൽ കിടക്കുമ്പോൾ അദ്ദേഹം താക്കീത് ചെയ്തതെന്താ? അലാ ഫലാ തത്തഖിദൂ വൽ ഖുബൂറ മസാജിദ ഇന്നി അൻഹാകും മിൻ ദാലിക്, അറിയുക, നിങ്ങൾ ഖബറുകൾ ആരാധനാ കേന്ദ്രങ്ങളാക്കരുത്, തീർച്ചയായും ആ കാര്യത്തെ ഞാൻ നിങ്ങളോട് നിരോധിക്കപ്പെട്ടിരിക്കുന്നുവെന്നാണ്. അപ്പൊ എല്ലാ പ്രവാചകന്മാരും അവർ മരണാസന്നമാകുന്ന സമയത്ത് ഗൗരവപൂർവ്വം ഉണർത്തിയത് ഈ തൗഹീദിനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരുന്നു. പ്രവാചകന്മാർ പ്രതിസന്ധികളിൽ അകപ്പെട്ടിട്ടില്ലേ? നാളെ ഒരാൾ പറഞ്ഞു, ഗൾഫിക്ക് പോണ സമയത്ത് അവിടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടൊന്നും വരാതിരിക്കാൻ അവിടെ പോയിട്ട് വീട്ടിക്ക് വിളിച്ചു പറയണത്രേ, ഒരു കുത്തുബിയത്ത് നടത്തണം. എന്താ കുത്തുബിയത്ത്? മുഹിയുദ്ദീൻ ഷെയ്ഖിന് 1000 വട്ടം വിളിക്കുക. മരണപ്പെട്ടു പോയ മുഹിയുദ്ദീൻ ഷെയ്ഖിന് 1000 വട്ടം വിളിച്ച് പ്രാർത്ഥിക്കുക. നിങ്ങൾ ആലോചിച്ച് നോക്കി. എന്തിന്? വിദേശത്ത് പോയിട്ട് ജോലി ശരിയാവാൻ, അവിടെയുള്ള പ്രതിസന്ധികൾ ഒഴിവാകാൻ, അവിടെ ജയിലിൽ പോയത് രക്ഷപ്പെട്ട് കിട്ടാൻ. ഇതൊക്കെയാണ് നമ്മുടെ നാടുകളിൽ നടക്കുന്നത്. രോഗം വന്നാൽ ആ രോഗശമനത്തിന് വേണ്ടി അതുപോലെയുള്ള സിദ്ധന്മാരിലേക്കും ആൾ ദൈവങ്ങളിലേക്കും ആളുകൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ നമ്മൾ ആരുടെ മാർഗത്തിലാ? നമ്മൾ പ്രവാചകന്മാരുടെയും സിദ്ദീഖീങ്ങളുടെയും ശുഹദാക്കളുടെയും സ്വാലിഹീങ്ങളുടെയും ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, ഞങ്ങൾ നേരായ മാർഗത്തിൽ ഞങ്ങൾ നയിക്കണേ എന്നല്ലേ നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ആരുടേതാണ് നേരായ മാർഗം? പ്രവാചകന്മാരുടെ മാർഗം, അനുചരന്മാരുടെ മാർഗം, സ്വാലിഹീങ്ങളുടെ മാർഗം, സിദ്ദീഖീങ്ങളുടെ മാർഗം, അവരുടെ മാർഗത്തിലാക്കണേ എന്നതാണ് നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്നത്. എന്താ പ്രവാചകന്മാരുടെ മാർഗം? നമുക്ക് എന്തെങ്കിലും തെറ്റോ കുറ്റോ സംഭവിച്ചാൽ ചില ആളുകൾ എന്താ ചെയ്യുക? അള്ളാഹിനോട് നേരിട്ട് ചോദിക്കാൻ പറ്റൂല, അടയാളന്മാരെ വെക്കും. എന്നാൽ ആദം നബി പഠിപ്പിച്ചത് എന്താ? റബ്ബനാ ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ഞങ്ങളുടെ നാഥ, ഞങ്ങളോട് തന്നെ ഇതാ അക്രമം ചെയ്തിരിക്കുന്നു. നീ ഞങ്ങൾക്ക് പുറത്തു തരികയും കരുണ ചെയ്യുകയും ചെയ്തില്ല എങ്കിൽ ഞങ്ങൾ ഇതാ നഷ്ടക്കാരുടെ കൂട്ടത്തിൽ പെട്ടുപോകും. അയ്യൂബ് നബിക്ക് രോഗം വന്നു എന്ന് മാത്രമല്ല, രോഗം വന്ന് പുഴുത്തു പൊട്ടി കുടുംബങ്ങൾ വരെ അദ്ദേഹത്തെ അകറ്റി നിർത്തുന്ന അവസ്ഥ വന്നു എന്നാണ്. ആ സമയത്ത് പോലും അയ്യൂബ് നബി പ്രാർത്ഥിച്ചത് ആരോടാ? അന്നീ മസ്സനിയദ്ദുർറു വഅൻത അർഹമുർ റഹീമീൻ, എനിക്കിതാ റബ്ബേ കഷ്ടപ്പാട് ബാധിച്ചിരിക്കുന്നു, നീയാകട്ടെ കാരുണ്യത്തിൽ ഏറ്റവും കരുണാനിധിയാണല്ലോ, അതുകൊണ്ട് എൻ്റെ രോഗം ശിഫയാക്കണേ എന്നാണ്. അതുപോലെ വലിയ ദുരന്തത്തിലാണ് യൂനുസ് നബി പെടുന്നത്. കടലിൽ പോയിട്ട് മത്സ്യം വിഴുങ്ങി. ആ മത്സ്യത്തിന്റെ ഇരുട്ടറയിൽ പെട്ടുകൊണ്ടും ആ യൂനുസ് നബി പ്രാർത്ഥിച്ചത് ആരോടാ? ഇബ്രാഹിം നബിയോടല്ല, മുൻകഴിഞ്ഞു പോയ പ്രവാചകന്മാരോടല്ല. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ, നീയല്ലാതെ യാതൊരു ദൈവവുമില്ല, നീ എത്ര പരിശുദ്ധനാണ്, തീർച്ചയായും ഞാൻ ഇതാ അക്രമികളുടെ കൂട്ടത്തിൽ പെട്ടുപോയിരിക്കുന്നു നാഥാ.
അപ്പൊ യൂനുസ് നബിയും പ്രാർത്ഥന അങ്ങനെയാണ്. മൂസാ നബി ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെട്ട ആ ഒരവസ്ഥയിൽ നോക്കൂ, നിങ്ങൾ പറഞ്ഞത് എന്താ? റബ്ബി ഇന്നി ലിമാ അൻസൽത ഇലയ്യ മിൻ ഖൈരിൻ ഫഖീർ. എന്റെ നാഥ, നീ എനിക്ക് ഇറക്കി തരുന്ന ഏതൊരു നന്മക്കും ഞാനിതാ ഇപ്പോൾ ആവശ്യക്കാരനാണ്. മുഹമ്മദ് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രബോധന വീതിയിൽ ജനങ്ങൾ പരിഹസിച്ചപ്പോ തേടിയതാരോടാ? അന്നീ മഗ്ലൂബും ഫന്തസിർ, ഞാനിതാ തോൽപ്പിക്കപ്പെട്ടിരിക്കുന്നു നാഥ, അതിനാൽ നീ എന്നെ സഹായിക്കണേ. ഇങ്ങനെ പറഞ്ഞു പോവുകയാണെങ്കിൽ എല്ലാ പ്രവാചകന്മാരും സുഹൃത്തുക്കളെ പ്രാർത്ഥിച്ചത് അള്ളാഹുവിനോടാണ്. പക്ഷെ ഇതൊക്കെ പറയുമ്പോ ചില ആളുകൾ പറയും, അതിന് ഞങ്ങളെവിടെ ശിർക്ക് ചെയ്യണത്? ഇവിടെ ശിർക്കില്ലല്ലോ. അത് മുജാഹിദീങ്ങൾ പറഞ്ഞ് പറഞ്ഞ് ഞങ്ങളിലോട്ട് ശിർക്ക് ഇങ്ങോട്ട് ആരോപിക്കല്ലേ എന്നൊക്കെ പറയാറുണ്ട്. മുസ്ലിം ഉമ്മത്തിൽ പലിശക്കാരുണ്ടായേക്കാം, വ്യഭിചരിക്കുന്ന സാഹചര്യം ഉണ്ടായേക്കാം, സൈബർ സെക്സിന് അടിമപ്പെട്ടേക്കാം, മദ്യപാനികളായേക്കാം. അങ്ങനെ തുടങ്ങിയ തെറ്റുകളിലേക്കൊക്കെ പോകാൻ സാധ്യത ഉണ്ട് എന്ന് എല്ലാവരും അംഗീകരിക്കും. എന്നാൽ ശിർക്കൊക്കെ മനുഷ്യന്മാർ പോകാൻ സാധ്യത ഉണ്ട് എന്ന് പറഞ്ഞാൽ അതിൽ സാധ്യത ഉണ്ടാവില്ല. അതെന്താ? നമ്മൾ ആളുകളെ പഠിപ്പിച്ച് വെച്ച തത്വമുണ്ട്. എന്താണ്? രണ്ടല്ലുണ്ട് എന്ന് വിശ്വസിച്ചാലേ ശിർക്കാവുള്ളൂ. ഞമ്മക്ക് അങ്ങനെ വിശ്വാസമല്ല, ഒരല്ലേ ഉള്ളൂന്നേ ഞങ്ങൾ വിശ്വസിക്കണുള്ളൂ. അപ്പൊ അതുകൊണ്ട് അങ്ങനെ വിശ്വസിച്ചുകൊണ്ട് മൊയ്യദ്ദീൻ ഷേഖെ കാക്കണേ, ബദരീങ്ങളെ രക്ഷിക്കണേ എന്നൊക്കെ പറയുന്നത്, അങ്ങനെ പറഞ്ഞതുകൊണ്ട് അത് ശിർക്കാവൂല എന്ന ഒരു തത്വമാണ് പലപ്പോഴും പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത്. എന്നാ മനസ്സിലാക്കിക്കോ, അങ്ങനെ തന്നെയാണ് ശിർക്ക്. അത് തന്നെയാണ് ശിർക്കിലേക്കുള്ള പോക്ക്. ആ അവസ്ഥയിലേക്ക് പല ന്യായങ്ങൾ ചമച്ചുകൊണ്ട് ഈ ഉമ്മത്തിലെ നല്ലൊരു വിഭാഗം അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്ന അവസ്ഥയുണ്ടാകുമെന്ന് മാത്രമല്ല, അവസാനം അവർ വിഗ്രഹാരാധനകളിലേക്ക് വരെ എത്തും എന്ന് പറഞ്ഞതാരാ? നമ്മൾ ഇഷ്ടപ്പെടുന്ന നമ്മുടെ മുത്തു നബിയാണ്. ലാ തഖൂമുസ് സാഅ ഹത്താ തൽഹഖ ഖബായിലും മിൻ ഉമ്മത്തി ബിൽ മുശ്രികീൻ വഹത്താ തഅബുദ ഖബായിലും മിൻ ഉമ്മത്തി അൽ ഔസാൻ. എൻ്റെ സമുദായത്തിലെ ചില ഗോത്രങ്ങൾ മുശ്രിക്കുകളോടൊപ്പം ചേരുന്നതുവരെയും എൻ്റെ സമുദായത്തിലെ ചില ഗോത്രങ്ങൾ വിഗ്രഹങ്ങൾ ആരാധിക്കുന്നത് വരെയും അന്ത്യനാൾ സംഭവിക്കുകയില്ല. റസൂലുള്ളാഹി പറയാ, ഈ കഴിഞ്ഞൊരു നബിദിനത്തിന്റെ ഒരു റീല് ഇപ്പോഴും ഉണ്ട് നമ്മുടെ യൂട്യൂബിൽ കിടക്കുന്നു. നമ്മുടെ കേരളത്തിൽ കാസർഗോഡ് ഭാഗത്താണെന്നാണ് എൻ്റെ ഓർമ്മ. ഒരു ദഫ് മുട്ടിക്കൊണ്ട് റോട്ടിലൂടെ കടന്നു പോവുകയാണ് ഒരു സംഘം, ആ നബിദിനത്തിന്റെ ഭാഗമായിക്കൊണ്ട്. അപ്പോഴാണ് തൊട്ടപ്പുറത്തുള്ള ഒരു ക്ഷേത്രം അവരുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. ആ ക്ഷേത്രം എത്തിയപ്പോൾ നേരെ പോകുന്ന ആളുകൾ, കുട്ടികളൊക്കെ അവിടെ ഒരു വിസിലടിച്ച് ഉസ്താദ് അവിടെ നിർത്തി. എല്ലാവരും ക്ഷേത്രത്തിന് നേരെ തിരിഞ്ഞു. എന്നിട്ട് ആ ക്ഷേത്രത്തിന് വളരെ ഭവ്യാദരവോടുകൂടി അവർ സല്യൂട്ട് കൊടുത്തു. എന്നിട്ട് അവിടെ വണങ്ങി. എന്നിട്ട് അതിന് ശേഷമാണ് അങ്ങോട്ട് അവിടുന്ന് പോകുന്നത്. അപ്പൊ നിങ്ങൾ ചോദിക്കും, എന്താ അതൊരു മതസൗഹാർദ്ദമായി കണ്ടാ പോരെ? അതിലെന്താ അത്ര കുഴപ്പം? ഞാൻ സൂചിപ്പിക്കുന്നത്, അവിടെ പ്രത്യേകമായി വണങ്ങുക. ഇനി അതിൻ്റെ ഉള്ളിൽ അടുത്ത പ്രാവശ്യം അതിൻ്റെ ഉള്ളിലൊന്ന് കയറി വിചാരിക്കുക, അതിൻ്റെ ഉള്ളിൽ പോയിട്ട് അവിടെയുള്ള വിഗ്രഹത്തിന് മുമ്പിൽ ഒന്ന് വണങ്ങിയാലോ? അപ്പോഴും പറയും അതൊരു മതസൗഹാർദ്ദത്തിന്റെ ഭാഗമല്ലേ, എന്താ അപ്പൊ അതിന് കുഴപ്പം എന്ന് ചോദിക്കും. അതിന്റെ മുമ്പിൽ പോയി ഒരാൾ കൈകൂപ്പി നിന്നാൽ അപ്പോഴും പറയുന്നത് അയാളെ മനസ്സ് നോക്കിയിട്ടല്ലേ, എന്താ അപ്പൊ അതിന് കുഴപ്പം? ഈ ചോദ്യം ഇന്ന് ചോദിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇത് കേൾക്കുന്നതിൻ്റെ എൻ്റെ മുസ്ലിം സുഹൃത്തുക്കളുണ്ടെങ്കിൽ ഞാൻ അവരോട് സൂചിപ്പിക്കുകയാണ്, നിങ്ങൾക്ക് നിങ്ങളുടെ വിശ്വാസമാകാം. കാരണം നിങ്ങളുടെ വിശ്വാസം ബഹുദൈവത്വത്തിൽ അധിഷ്ഠിതമാണ്. അതിവിടെ ആ വിശ്വാസം ആചരിക്കാനും കൊണ്ടു നടക്കാനും നമ്മുടെ ഭരണഘടനയെല്ലാം അവർക്ക് അവകാശം നൽകുന്നുണ്ട്. അതേപോലെ തന്നെ ബഹുദൈവ വിശ്വാസം തെറ്റാണെന്നും അത് ചെയ്താൽ പ്രശ്നമാണെന്നും അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂവെന്നും വിശ്വസിക്കുവാനും ഏകദൈവ വിശ്വാസികളായി ജീവിക്കുവാനും അതിനുള്ള സ്വാതന്ത്ര്യവും നമ്മുടെ രാജ്യം നമുക്ക് വകവെച്ച് നൽകുന്നുണ്ട്. അതുകൊണ്ട് വിശ്വാസികൾ ശ്രദ്ധിക്കേണ്ടത് എന്താ? മറ്റു മതസ്ഥരുടെ ആരാധ്യ വസ്തുക്കളെ ഒരിക്കലും കുറ്റം പറയാൻ പാടില്ല, നിന്ദിക്കാൻ പാടില്ല. ലാ തസുബ്ബു, നിങ്ങൾ ഒരിക്കലും മറ്റു ആരാധ്യ വസ്തുക്കളെ നിങ്ങൾ നിന്ദിക്കാൻ പോകരുത് എന്ന് ഇസ്ലാമിക പ്രമാണങ്ങൾ നമ്മളോട് പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ എന്താ? ആരാധനാഭാവത്തോടുകൂടി അങ്ങനെയുള്ള ഭാവങ്ങൾ കാട്ടിക്കൂട്ടി അതാണ് പിന്നീട് അങ്ങനെയുള്ള അവസ്ഥയിലേക്ക് എത്തുക. അതിൻ്റെ തുടക്കങ്ങൾ നമ്മുടെ നാടുകളിൽ കണ്ടു കഴിഞ്ഞിട്ടുണ്ട്. അത് ഈ ഹദീസിലേക്ക് നമ്മളൊക്കെ ചേർത്ത് വെക്കണമെന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്.
മുൻഗാമികൾ അന്ധമായി അനുകരിക്കുന്നത് എവിടേക്ക് എത്തിക്കുന്ന റസൂലുള്ള പറഞ്ഞത്, ലതത്തബിഉന്ന സനന മൻ കാന ഖബലകും ശിബ്റൻ ബിശിബ്റിൻ വദിറാഅൻ ബിദിറാ. തീർച്ചയായും നിങ്ങൾക്ക് മുമ്പുള്ളവരുടെ ചര്യകളെ നിങ്ങൾ ചാണിന് ചാണായും മുഴത്തിന് മുഴമായും പിന്തുടരുക തന്നെ ചെയ്യുമെന്നാണ് റസൂലുള്ള പറഞ്ഞത്. അല്ലാതെ നിങ്ങൾ പിഴക്കൂല എന്നല്ല, പിഴക്കാൻ സാധ്യതയുണ്ട് എന്നാണ്. അയ്യുഹന്നാസ്, ഏ ജനങ്ങളെ, ഇത്തഖൂ ഹാദ ശിർക്ക്, നിങ്ങൾ ഈ ശിർക്കിനെ ഭയപ്പെടണം. കാരണം ഫഇന്നഹു അഖ്ഫാ മിൻ ദബീബിൻ നംൽ, കറുത്ത ഒരു പാറയിലൂടെ കറുത്ത ഒരു ഉറുമ്പ് അരിച്ചു വരുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. അതേപോലെ നിങ്ങളറിയാതെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഈ ശിർക്ക് ഇറങ്ങി വരിക തന്നെ ചെയ്യുമെന്നാണ് പ്രമാണങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സുഹൃത്തുക്കളെ, ഇത് ഗൗരവത്തോടു കൂടി നമ്മൾ കാണും. നമ്മളെ ജീവിതത്തിൽ ഒരു കാരണവശാൽ ഇത് വരരുത്. കാരണം ശിർക്ക് വന്നാൽ സംഭവിക്കുക എന്താ അറിയോ? ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. തന്നോട് പങ്കു ചേർക്കുന്നത് അള്ളാഹു ഒരിക്കലും പൊറുക്കുകയില്ല. അതല്ലാത്ത മറ്റു പാപങ്ങളും അവൻ ഉദ്ദേശിക്കുന്നവർക്ക് ഒരു പക്ഷേ പുറത്തു കൊടുത്തേക്കാം. ശിർക്ക് പുറത്തു കിട്ടൂല. ചെയ്തു കൂട്ടിയ നന്മകൾ മുഴുവനും പാഴാകും. താങ്കൾ അങ്ങാനും ശിർക്ക് ചെയ്താൽ താങ്കളുടെ പ്രവർത്തനം മുഴുവൻ പൊളിഞ്ഞു പോകും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അഭിസംബോധന ചെയ്താണ് അള്ളാഹ് പറയുന്നത്. സുഹൃത്തുക്കളെ, നമ്മളൊരു ബിരിയാണി വെച്ചു എന്ന് വിചാരിക്കുക. കല്യാണത്തിനോ സൽക്കാരത്തിനോ ബിരിയാണി വെച്ചു. അതിഥികളൊക്കെ വന്നിരുന്നു. അവർക്ക് വിളമ്പി കൊടുക്കാൻ സമയത്ത് ആ ചെമ്പിലേക്ക് അവിടെയുള്ളൊരു മണ്ണെണ്ണ വിളക്കാണ് വീണു. മണ്ണെണ്ണ വിളക്ക് വീണതോടുകൂടി ആ ഭക്ഷണം വെക്കുന്ന ആളാകെ ബേജാറായി. കാരണം മണ്ണെണ്ണ പോയല്ലതിൽ. ഈ ബേജാറായ പിന്നെ വേഗം എന്താ ചെയ്യുമെന്ന് പറയാൻ പറ്റൂല. അപ്പൊ അയാൾ എന്ത് ചെയ്തു? വേഗം അതിൻ്റെ തവി എടുത്തിട്ടൊന്നും ഇളക്കുകയും ചെയ്തു. പിന്നെ പറയണ്ടല്ലോ ബാക്കി. അങ്ങനെയാണ് ഇതൊക്കെ വിളമ്പി കൊടുത്തത്. വിളമ്പി കൊടുത്ത ആളുകളൊക്കെ വന്ന് ഇരുന്നിട്ട് എല്ലാവരും അതിന് കുറേശ്ശെ എടുത്തുങ്ങാണ്ട് ഇങ്ങനെ വായിലേക്ക് കൊണ്ടുപോകും. എന്നിട്ട് അവിടെ തന്നെ വെക്കും. ആരും കഴിക്കണില്ല. എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നോക്കുക. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഇന്ന് ഒരു പഴം ഉണ്ട് അവിടെ, അത് തൊലിച്ചത് തിന്ന് മെല്ലെ ഒരു ഗ്ലാസ് വെള്ളമൊക്കെ കുടിച്ച് ഓരോരുത്തരും ഇങ്ങനെ എഴുന്നേറ്റ് പോകാൻ തുടങ്ങി. അപ്പോൾ കുടുംബനാഥൻ വന്നിട്ട് പറഞ്ഞു, എന്താ മനുഷ്യന്മാരെ ഇതിൻ്റെ നിങ്ങൾ അനാദരിക്കുകയാണോ, കളിയാക്കുകയാണോ? 10-25,000 രൂപ ചിലവാക്കിയിട്ടാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ആ ബിരിയാണി ഉണ്ടാക്കിയത്. എന്തൊക്കെ സാധനങ്ങളായി ഇട്ടുകള്. എന്നിട്ട് ഇവിടെ വന്ന് ഞാൻ വിളിച്ചു വരുത്തിയിട്ട് അത് തിന്നാതെ ഒരു വറ്റ് വായിലേക്ക് വെക്കാതെ നിങ്ങൾ എണീറ്റ് പോകുകയാണോ എന്ന് ചോദിച്ച് ഇയാൾ ചൂടാകുകയാണ്. പക്ഷെ ഇവർക്ക് ആർക്കും ഇത് മണ്ണെണ്ണ ചോയ്ക്കുന്നുണ്ടെന്ന് പറയാനുള്ള ഒരു ധൈര്യമില്ല. കാരണം മോശമല്ലേ. എന്തേ സംഭവിച്ച്? 25,000 രൂപന്റെ മുതലയിലുണ്ട്, ശരിയാണ്. പക്ഷേ 1 രൂപയുടെ മണ്ണെണ്ണ അതിലേക്ക് ഒറ്റിയതോടുകൂടി അതൊന്നും അല്ലാതെയായി. ഇതേപോലെ ഇതാ ഹജ്ജിന് ഒരുങ്ങി നിൽക്കുന്ന ഘട്ടമാണിത്. ഹജ്ജ് ചെയ്തവർ ഈ വേദിയിലുണ്ടാകും, എൻ്റെ സദസ്സിലുണ്ടാകും, എൻ്റെ ശബ്ദം കേൾക്കുന്ന പരിധിയിലുണ്ടാകും. അതുപോലെ തന്നെ ലക്ഷക്കണക്കിന് രൂപ സമ്പത്ത് ദാനം ചെയ്തവർ, സക്കാത്ത് കൊടുത്തവർ, സ്വതക്ക കൊടുത്തവരുണ്ടാകും. പാവങ്ങൾക്ക് വീട് വെച്ച് കൊടുത്തവരുണ്ടാകും. ഒരുപാട് സന്നദ്ധക്ഷേമ പ്രവർത്തനങ്ങൾ ചെയ്തവർ എൻ്റെ ശബ്ദത്തിന്റെ പരിധിയിലുണ്ടാകും. രോഗികളെ ശുശ്രൂഷിച്ചവരുണ്ടാകും. അങ്ങനെ അങ്ങനെ ഒരുപാട് നമസ്കരിച്ചവർ, നോമ്പ് നോറ്റവർ, സക്കാത്ത് കൊടുത്തവർ അവരൊക്കെ ഉണ്ടാകും. എന്നാ കേൾക്കണോ നിങ്ങൾക്ക്? ഇതിൻ്റെയൊക്കെ കൂടെ റബ്ബേ കാക്കണേ, അല്ലാഹുവേ രക്ഷിക്കണേ എന്ന് വിളിക്കേണ്ട ഒരു ഘട്ടത്തിൽ മുഹിയുദ്ദീൻ ഷേഖേ കാക്കണേ, ബദരീങ്ങളെ രക്ഷിക്കണേ എന്ന് വിളിച്ചാൽ നമ്മുടെ നമസ്കാരം അല്ലാഹ് സ്വീകരിക്കില്ല, നോമ്പല്ലാഹ് സ്വീകരിക്കില്ല. നമുക്ക് നാളെ പരലോകത്ത് ആ സ്വർഗം ലഭിക്കുകയില്ല. നമ്മുടെ കർമ്മങ്ങൾ മുഴുവനും പൊളിഞ്ഞു പോകും. താങ്കളുടെ പ്രവർത്തനങ്ങൾ മുഴുവനും പൊളിഞ്ഞു പോകും, നിഷ്ഫലമായി പോകും എന്നാണ് വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നത്. എന്തിനാ നമ്മളിതൊക്കെ ചെയ്യുന്നത്? സ്വർഗം കിട്ടാനല്ലേ. എന്നാൽ ശിർക്ക് വന്നു കഴിഞ്ഞാൽ, അരയിൽ ഏലസ് കെട്ടിക്കഴിഞ്ഞാൽ, കറുത്ത പൂച്ചയെ അഭൗതികമായ മാർഗത്തിലൂടെ നമ്മൾ ഭയപ്പെട്ടാൽ, ആഗ്രഹ സഫലീകരണത്തിന് വേണ്ടി ജാറത്തിലേക്കും മക്ബറകളിലേക്കും സിദ്ധന്മാരിലേക്കും നമ്മൾ പുറപ്പെട്ടാൽ, ഇന്നഹു മൻ യുശ്രിക് ബില്ലാഹ് ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന വമഅവാഹുൻ നാർ. നിശ്ചയമായും നിങ്ങൾ അല്ലാഹുവിൽ പങ്കുചേർത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വർഗം ഹറാമാണ്, നരകമാണ് നിങ്ങളുടെ വാസസ്ഥലം ഉണ്ടായിരിക്കുക. അപ്പൊ എന്തേ പറഞ്ഞതിന്റെ ചുരുക്കം? അഥവാ നമ്മൾ എത്ര നന്മ ചെയ്തിട്ടും കാര്യമില്ല, ശിർക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ പാപങ്ങൾ, നമ്മുടെ പ്രവർത്തനങ്ങൾ മുഴുവനും പൊളിഞ്ഞു പോകുമെന്നാണ് വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നത്. അതുകൊണ്ട് ഈ അങ്ങാടിയിൽ എന്നെ കേൾക്കുന്ന ഏതെങ്കിലും സുഹൃത്തുക്കൾ
മൊയ്യുദ്ദീൻ ശൈഖിനെ, ബദരീങ്ങളെ കാക്കണേ എന്നൊക്കെ വിളിക്കുന്നവരുണ്ടെങ്കിൽ സുഹൃത്തുക്കളെ, നിങ്ങളത് അവസാനിപ്പിച്ചാൽ. ഞങ്ങൾ പറയുന്നു എന്നുള്ളത് കൊണ്ട് വാശി പിടിച്ചത് ചെയ്യണ്ട. ഞങ്ങളെ ഉത്തരവാദിത്തത് പറഞ്ഞു തരിക മാത്രമാണ്. പക്ഷെ ഇപ്പോഴും നിങ്ങളെ മനസ്സിലൊരു ന്യായം ഉണ്ടാവും. എന്ത്? അതിന് മൗലവി നിങ്ങൾ വല്ലാതെ ബേജാറാകണ്ട, ഞങ്ങൾ ഒരിക്കലും തന്നെ അവർക്ക് സ്വയം അള്ള കൊടുത്ത കഴിവെന്നാണ് അവർ സഹായിക്കണതെന്ന് ഞങ്ങൾക്ക് വിശ്വാസമല്ല. അവർക്ക് അള്ള കൊടുത്തിന്നാണ് ഞങ്ങൾ ചോദിക്കുന്നത്, അതുകൊണ്ട് കുഴപ്പമില്ലല്ലോ എന്ന ന്യായമാണ് പല ആളുകളും പറയാറുള്ളത്. അല്ലെങ്കിലോ ഞങ്ങൾ സാധുക്കളാണ്, കുറ്റം ചെയ്തവരാണ്, അപ്പൊ അള്ളാഹുവിലേക്ക് നേരിട്ട് അടുക്കാൻ പറ്റൂല, അതുകൊണ്ട് ഞങ്ങൾ ഇടയാളന്മാരെ വെക്കുകയാണ് എന്നാണ്. അതാണ് പണ്ട് മുശ്രിക്കുകൾ പറഞ്ഞ ന്യായം. നിങ്ങളെ ആരും ഞങ്ങൾ മുശ്രിക്കുകളാക്കല്ല. പക്ഷേ ഈ ന്യായം മുശ്രിക്കുകൾ പറഞ്ഞിട്ടുണ്ട് എന്ന് ഞാനല്ല പറയണത്, ഞങ്ങളുടെ പ്രസിദ്ധീകരണമല്ല പറയുന്നത്, ഖുർആനിൽ ആയത്താ പറയണത്. മാ നഅ്ബുദുഹും ഇല്ലാ ലിയുഖർരിബൂനാ ഇലല്ലാഹി സുൽഫാ. അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്ന ആളുകൾ പറയുന്ന ന്യായം എന്താ? ഞങ്ങൾ അള്ളാഹുവിലേക്ക് കൂടുതൽ അടുപ്പിക്കാൻ വേണ്ടി മാത്രമാകുന്നു ഞങ്ങൾ ഇവരെ ആരാധിക്കുന്നത് എന്നാണ് അവർ പറയുന്നത്. ചില ആൾക്കാർ പറയുന്നതാ, ഞങ്ങള് അള്ളാന്റെ അടുക്കൽ ഇവർ ഞങ്ങൾക്ക് വേണ്ടി ശുപാർശ പറയുന്നു വിചാരിച്ചിട്ടാണ് ഞങ്ങളോട് പറയുന്നത്, അല്ലാതെ അവർ അള്ളേണ് ഞങ്ങൾക്ക് വിശ്വാസമല്ല എന്നാണ്. അതന്നെയാണ് പണ്ട് മുശ്രിക്കുകൾ പറഞ്ഞത്. വയഅ്ബുദൂന മിൻ ദൂനില്ലാഹി മാ ലാ യദുർറുഹും വലാ യൻഫഉഹും വയഖൂലൂന ഹൗലാഇ ശുഫആഉനാ ഇൻദല്ലാഹ്. അവർ അല്ലാഹുവിന് പുറമെ അവർക്ക് ഉപദ്രവമോ ഉപകാരമോ ചെയ്യാത്ത വസ്തുക്കൾ ആരാധിക്കുകയും ഇവർ അല്ലാഹുവിൽ ഞങ്ങളുടെ ശുപാർശകരാണെന്ന് അവർ പറയുകയും ചെയ്തിരുന്നു. അപ്പൊ ഈ ന്യായങ്ങളൊക്കെ സുഹൃത്തുക്കളെ മുസ്ലിങ്ങളുടെ ന്യായമല്ല, അതെല്ലാം തന്നെ മുശ്രിക്കുകളുടെ ന്യായമാണ് എന്ന യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ ചുരുക്കം. അപ്പൊ നമ്മൾ മുസ്ലിങ്ങളല്ലേ, അതുകൊണ്ട് ഒരിക്കലും തന്നെ മുശ്രിക്കുകളുടെ ന്യായം നമ്മൾ പറയാൻ പാടില്ല, അള്ളാഹിനോട് മാത്രം. എന്നാലും പറയുന്നത്, മൗലവി ഞങ്ങൾ കൊടുത്ത കൈവന്നല്ലേ ചോദിക്കണത്, അതിനെന്താ കുഴപ്പം? അത് അങ്ങനെ ആത്മാർത്ഥമായിട്ട് വിചാരിച്ച് അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്ന അവസ്ഥ ഉണ്ടെങ്കിൽ സുഹൃത്തുക്കളെ ഓർത്തു വെക്കുക, ഒരിക്കലും തന്നെ ആ ആളുകൾക്ക് അള്ള ഈ കഴിവ് വിട്ടുകൊടുത്തു എന്നതിന് എവിടെയും നമുക്ക് രേഖ കിട്ടൂല. അത് വിശുദ്ധ ഖുർആനിൽ എവിടെയും കിട്ടൂല. അപ്പൊ പറയും ഞങ്ങൾ തവസ്സുൽ നടത്തുകയാണ്, ഇടതേട്ടം നടത്തുകയാണ്, അതിന് കുഴപ്പമില്ല എന്നാ. ഞങ്ങൾ അവരോട് നേരിട്ട് ചോദിക്കല്ല, അവർ അള്ളാഹുവിലേക്ക് വസീലയാക്കുകയാണ് എന്നൊക്കെ പറയാറുണ്ട്. എന്നാൽ അള്ളാഹു അനുവദിച്ച വസീല എന്നത് സൽക്കർമ്മങ്ങളും അള്ളാഹുവിന്റെ ഗുണവിശേഷണങ്ങളുമാണ്. മരണപ്പെട്ടവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നത് ഒരിക്കലും തന്നെ വസീലയല്ല, മറിച്ച് അത് പ്രാർത്ഥനയിൽ വരുന്ന ശിർക്കാണ്. എന്താ വിശുദ്ധ ഖുർആൻ പറഞ്ഞത്? വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്നാ ഫദ്ഉഹു ബിഹാ. അള്ളാഹുവിന് ഉത്തമമായ നാമങ്ങളുണ്ട്, അവയിലൂടെ നിങ്ങൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. അപ്പൊ വസീല ഉണ്ട്. എന്താ വസീല? റഹ്മാനായ റബ്ബേ എന്ന് വിളിച്ച് അള്ളാഹിനോട് പ്രാർത്ഥിക്കുക, ഗഫൂറായ റബ്ബേ എന്ന് വിളിച്ച് അള്ളാഹിനോട് പറയാ, പടച്ചോനെ ഈ എല്ലാം കേൾക്കണോനാണല്ലോ എന്ന് പറഞ്ഞ് അള്ളാഹിനോട് പറയാ. അങ്ങനെ അതാണ് വസീല എന്ന് പറയുന്നത്. അള്ളാഹിന്റെ നാമഗുണ വിശേഷണങ്ങൾ എടുത്തു വെച്ച് അള്ളാഹിനോട് പ്രാർത്ഥിക്കുക, അതിനെ നമ്മളെല്ലാവരും അംഗീകരിക്കുന്നുണ്ട്. മറിച്ച് മുഹ്യിദ്ദീൻ ശൈഖിനെ കാക്കണേ, ബദരീങ്ങളെ രക്ഷിക്കണേ എന്ന രീതിയിൽ പറയുന്നതിൽ യാതൊരു അർത്ഥമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പിന്നെ ഈ കൊടുത്ത കഴിവ് എന്ന് പറഞ്ഞാൽ എവിടേക്ക് എത്തും എന്നറിയപ്പത് ഞാൻ പറഞ്ഞുതരാം. ഞങ്ങൾക്ക് രണ്ടല്ലുണ്ട്, വേറെ പടച്ചോണ്ട്, അല്ലെങ്കിൽ CM മടവൂര് പടച്ചോനാണ് എന്നൊന്നും ഞങ്ങളാരും വിശ്വസിക്കണില്ല എന്നാ പണ്ടൊക്കെ പറഞ്ഞിരുന്നത്. എന്നാൽ യൂട്യൂബിൽ നിങ്ങളൊന്ന് പോയി സെർച്ച് ചെയ്യുക, ആ സെർച്ച് ചെയ്യുമ്പോൾ ഒരു പാട്ട് കേൾക്കാൻ നല്ല രസമുള്ള പാട്ടാണത്. എന്താണ് ആ പാട്ടില്? ഞങ്ങളുടെ പടച്ചോൻ CM മടവൂരാണ്. കേട്ടില്ല നിങ്ങളാ പാട്ട്? ഞങ്ങളെ പടച്ചോൻ CM മടവൂരാണ്. അപ്പൊ നമ്മളൊക്കെ ആദ്യം കേട്ടപ്പോൾ വിചാരിച്ചു അത് അബദ്ധത്തിൽ ഏതെങ്കിലും ചെറുക്കന്മാര് അന്തല്ലാതെ പാടിയതാവൂന്ന് കരുതി. പക്ഷെ അത് വന്നപ്പോൾ ആകെ ബേജാറായി. ചില മുസ്ലിയാക്കന്മാരൊക്കെ വന്നിട്ട് പറഞ്ഞു അത് അഹ്ലുസുന്നയുടെ നയല്ല, ഞങ്ങളെ നയല്ല, ആദർശമല്ല എന്ന് പറഞ്ഞു. അൽഹംദുലില്ലാ. പക്ഷെ ആ പാട്ടുണ്ടാക്കിയ ആൾക്ക് വീണ്ടും രംഗത്ത് വന്നു. എന്നിട്ട് പറഞ്ഞു, എന്ത് അറിയോ, എങ്ങനെ ഇത് തെറ്റാകാം? അവരെ പണ്ഡിതന്മാരോട് ചോദിക്കണം, അവര് ഇതെങ്ങനെ തെറ്റാകും? കാരണം എന്താ? അള്ള കൊടുത്ത കഴിവ് ചോദിക്കാന്നല്ലേ നമ്മളെ ബേസ്. ഇവിടെയുള്ള ഇരു സമസ്തയിലെ മുസ്ലിയാക്കന്മാരും പ്രസംഗിക്കുമ്പോൾ പറയുകയും പഠിപ്പിക്കുകയും ചെയ്ത ബേസ് എന്താ? അള്ള കൊടുത്ത കഴിവുകൊണ്ട് ചോദിക്കണതിന് കുഴപ്പമില്ല എന്നാണ്. അങ്ങനെയാണെങ്കിൽ അള്ളാഹുവിന് CM മടവൂരിന് ഈ കഴിവ് കൊടുത്തൂടെ? പറക്കുന്ന വിമാനം പിടിച്ചു നിർത്താനുള്ള കഴിവ് കൊടുത്തൂടെ? മരണപ്പെട്ടു പോയ ആളെ ICUവിൽ പോയി രക്ഷപ്പെടുത്താൻ ജീവൻ കൊടുക്കാനുള്ള ആ കഴിവ് CM മടവൂരിന് കൊടുത്തൂടെ?
കുറച്ചു കാലം നീ പ്രപഞ്ചം ഭരിച്ചോ, അടക്കി ഭരിച്ചോ, നീ ജനങ്ങളുടെ പടച്ചോനയിക്കോ എന്നുള്ള കഴിവ് കൊടുത്തൂടെ? ഈ ചോദ്യമാണ് ഈ പാട്ടുണ്ടാക്കിയ ആളുകൾ അവരുടെ തന്നെ നേതാക്കന്മാരോട്, ഉസ്താദന്മാരുടെ മുഖത്തു നോക്കി അവർ ചോദിച്ചത്. ആ ചോദ്യത്തിന് ഇന്ന് വരെ തൃപ്തികരമായ ഒരു ഉത്തരം കൊടുക്കാൻ അവർക്കാർക്കും സാധിച്ചിട്ടില്ല. അവർക്ക് 2 ഉത്തരേ കൊടുക്കാൻ കഴിയുള്ളൂ. ഒന്നെന്താ അറിയോ? അത് അംഗീകരിച്ചു കൊടുക്കുക. അത് ശരി തന്നെയാണ്, അതേ അവർക്ക് പറയാൻ കഴിയുള്ളൂ. കാരണം കൊടുത്ത കഴിവെന്ന് ചോദിക്കാന്ന് പറഞ്ഞാൽ കല്ലിന് കൊടുത്തൂടെ? ഇപ്പൊ ഒരാളൊരു വിഗ്രഹത്തിന്റെ മുമ്പിൽ പോയി ഒരു തൊപ്പിയൊക്കെ ഇട്ട് പ്രാർത്ഥിക്കുക എന്ന് വിചാരിക്കുക. അവിടെ അത് പാടുണ്ടോ? നമുക്ക് മുസ്ലിങ്ങൾക്ക് ഇത് പാടുണ്ടോ എന്ന് ചോദിച്ചാൽ അയാൾ പറയണത് ഈ വിഗ്രഹത്തിന് എന്താ അള്ളാഹ് കൈ കൊടുത്തൂടെ ചോദിച്ചൂടെ? ആ ചോദ്യത്തിന് അത് ഹലാലാകാണ്. അതേ ചോദ്യമാണെന്ത് CM മടവൂര് പടച്ചവനാണെന്ന് പറയാനും വന്നത്. അപ്പൊ അത് അംഗീകരിച്ചു കൊടുക്കാനേ പറ്റുള്ളൂ. പിന്നെന്താ രണ്ടാമത്തെ മറുപടി? അങ്ങനെ അള്ളാഹുവിനോട് ചോദിക്കേണ്ട ഒരു കാര്യം, അള്ളാഹു പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുക എന്ന കാര്യം ഒരു സൃഷ്ടിക്കും അള്ളാഹു വിട്ടുകൊടുത്തിട്ടില്ല, അങ്ങനെ ഒരു കഴിവ് കൊടുത്തിട്ടില്ല എന്ന ഉത്തരമാണ് അതിന് പറയേണ്ടത്. ആ ഉത്തരം പറഞ്ഞാൽ അത് മുജാഹിദീങ്ങളെ വാദമായി മാറും. അപ്പൊ അത് മുജാഹിദായി എന്ന് വ്യാഖ്യാനിക്കും. ആ മുസ്ലിയാരെ മുജാഹിദായിട്ട് മുദ്രകുത്തും. അപ്പൊ അതും പറയാൻ പറ്റുന്നില്ല. ഈ ഒരു പ്രതിസന്ധിയിലാണ് ഇന്ന് നമ്മുടെ സമസ്തയിലെ പല പണ്ഡിതന്മാരും നേതാക്കന്മാരും മുദർരിസീങ്ങളും ഒക്കെ ആ ആശയ പ്രതിസന്ധിയിലാണ് ഇന്ന് അകപ്പെട്ടിരിക്കുന്നത് എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഇത് കേൾക്കുന്ന സുഹൃത്തുക്കൾ മനസ്സിലാക്കുക, ഈ കൊടുത്ത കഴിവ് എന്ന് പറഞ്ഞ് അംഗീകരിച്ചു കഴിഞ്ഞാൽ അതൊക്കെ അംഗീകരിച്ചു കൊടുക്കേണ്ടി വരും. ഈ നാട്ടിൽ ഇനി അല്ലാത്തവരോട് ആരോട് എങ്ങനെ പ്രാർത്ഥിച്ചാലും അതൊക്കെ ഈ ന്യായം വെച്ച് അംഗീകരിക്കേണ്ടി വരും. ഈ CM മടവൂരിനെ കുറിച്ച് അദ്ദേഹം പടച്ചോനാണെന്ന് പറഞ്ഞാലും അംഗീകരിക്കേണ്ടി വരും. അതുകൊണ്ട് ഈ കാരപറമ്പിലെ പടച്ചോനെ പേടിയുള്ള സ്വർഗം ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്ന, നരകാഗ്നിയിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന സുഹൃത്തുക്കളെ, നിങ്ങൾ നെഞ്ചത്ത് കൈവച്ച് ആലോചിച്ചോളൂ. ഈ പോക്ക് പോയാൽ നമ്മുടെ പരലോകമാണ് നഷ്ടപ്പെടുക, നമ്മുടെ ഖബറാണ് പ്രയാസമാവുക. നമുക്ക് ഓതിത്തരുന്ന പണ്ഡിതന്മാരും പുരോഹിതന്മാരും ഉസ്താദന്മാരും നമ്മുടെ ഖബറിലേക്ക് നമ്മുടെ കൂടെ വരികയില്ല എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. എന്തുകൊണ്ട് മുജാഹിദുകൾ കവലകൾ തോറും നിർഭയത്വം തൗഹീദിലൂടെ മാത്രമേ ലഭിക്കുകയുള്ളൂ എന്ന് മൈക്ക് കെട്ടി പറയുന്നു എന്ന് ചോദിച്ചാൽ, ഈ കാര്യത്തിൽ മനുഷ്യന്മാർ അങ്ങേയറ്റം ആശയക്കുഴപ്പത്തിലാണെന്ന് മാത്രമല്ല, ഇത് പറയാൻ മറ്റൊരു സംഘം ഇവിടെ ഇല്ല എന്നതാണ് സത്യം. വേറെ പല കാര്യങ്ങളും പ്രസംഗിക്കാൻ ആളുകളുണ്ട്, പക്ഷെ അള്ളാഹിനോട് മാത്രം പ്രാർത്ഥിക്കണം എന്ന് പറയാൻ പലപ്പോഴും ആളുകളില്ല. അത് തന്നെയാണ് പ്രശ്നം. അപ്പൊ സുഹൃത്തുക്കളെ മനസ്സിലാക്കുക. അപ്പോഴും ചില ആൾക്കാർ പറയുന്നത്, എന്താ നിങ്ങൾ ഈ പറയണത്? നമ്മൾ പല കാര്യങ്ങളും ആൾക്കാരോട് ചോദിക്കലില്ലേ? അതേമാതിരി ഞങ്ങളും ചോദിക്കുന്നേ ഉള്ളൂ. അപ്പൊ ആ ചോദ്യം ശിർക്കാണോ? ഇപ്പൊ ഡോക്ടറോട് മരുന്ന് ചോദിച്ചാൽ കുറ്റണ്ടോ? അത് ശിർക്കാണോ? അത് സഹായം ചോദിക്കലല്ലേ? എന്നാ ഒരു കാര്യം മനസ്സിലാക്കിക്കോളിയും, ഈ പൊരുൾ, ഞാൻ ഈ പറയുന്ന പൊരുൾ തിരിച്ചറിയപ്പെടാതെ പോയതാണ് ഇന്ന് ശിർക്ക് വരാനുള്ള ഏറ്റവും വലിയ കാരണം. കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി അഥവാ അഭൗതികമായ മാർഗത്തിലൂടെ അഥവാ മറഞ്ഞ മാർഗത്തിലൂടെ രക്ഷയും ശിക്ഷയും ആഗ്രഹിക്കാൻ അള്ളാഹുവിൽ നിന്നല്ലാതെ സൃഷ്ടികളിൽ നിന്ന് ഒരാളിൽ നിന്നും പറ്റൂല. ഇതാണ് ഇസ്ലാമിന്റെ തൗഹീദ് എന്ന് പറയുന്നത്. ഇതാണ് ഇസ്ലാമിന്റെ ബേസ് എന്ന് പറയുന്നത്. ഈ ബേസ് തകർന്നതാണ് ഇന്ന് മുഹിയുദ്ദീൻ ശൈഖിനെ വിളിക്കാനുള്ള കാരണം, ബദരീങ്ങളെ വിളിക്കാനുള്ള കാരണം, മമ്പുറന്തങ്ങളെ വിളിക്കാനുള്ള കാരണം, ഖബറാളികളോട് പ്രാർത്ഥിക്കാനുള്ള കാരണം, എല്ലാ ശിർക്കിന്റെ വഴികൾക്കും പോകാനുള്ള കാരണം ഈ ബേസ് കൈവിട്ടു പോയതാണ്. ഇത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഒരു ഉമ്മ മുറ്റത്ത് അടിച്ചു വാരിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് ആ വീട്ടിലൊരു കൊച്ചുകുട്ടി മുട്ടുകുത്തി മെല്ലെ പോയിട്ട് ആൾമറയില്ലാത്ത കിണറിലേക്ക് ഇങ്ങനെ എത്തി നോക്കുന്നുണ്ട്. ഒരു കാൽ അതിലേക്ക് ഇട്ട് വെക്കുകയും ചെയ്തിട്ടുണ്ട്. പെട്ടെന്നാണ് ഉമ്മ അത് കണ്ടത്. അപ്പൊ ഉമ്മാന്റെ മനസ്സിൽ ഇനി എന്താ കാട്ടുക? ഉടനെ ബഷീറേ ദാ കുട്ടി, അതൊരു വിളിയാണ്. പക്ഷെ ആ വിളിക്കുമ്പോ ബഷീർ അവിടെ ബെഡ്റൂമിൽ ഉണ്ട്. ആ വിളി ബഷീർ കേൾക്കും. ബഷീർ ഓടി വരും, കുട്ടിയെ എടുത്ത് രക്ഷപ്പെടുത്തും. ഈ വിശ്വാസത്തോടു കൂടിയാണ് ആ ഉമ്മ വിളിക്കുന്നത്. അതുകൊണ്ട് അത് കാര്യകാരണ ബന്ധങ്ങൾക്കുള്ളിലുള്ള വിളിയാണ്. ഇതാർക്കെങ്കിലും മനസ്സിലാകാത്തതുണ്ടെങ്കിൽ മനസ്സിലാക്കാൻ വേണ്ടി അത്ര ലളിതമായിട്ട് പറയുന്നത്. അതിന്റെ കാര്യം എന്താ? അവിടെ ബഷീർ ഉണ്ട് എന്നുള്ളതാണ്. അതിന്റെ കാരണം എന്താ? ബഷീർ അത് കേൾക്കുന്നുള്ളതാണ്. അവൻ വരുമെന്നതാണ്, അവൻ രക്ഷപ്പെടുത്തുമെന്നതാണ്. അതാണ് അതിന്റെ കാര്യകാരണ ബന്ധം.
ഈ കാര്യകാരണ ബന്ധത്തിന്റെ ഉള്ളിലുള്ള അന്വേഷണങ്ങൾ, സഹായങ്ങൾ, ചോദിക്കലുകൾ അത് ശിർക്കല്ല. അത് മനസ്സിലാക്കുക. ആ വിളി ആരും ശിർക്കാണെന്ന് പറഞ്ഞിട്ടില്ല. എന്നാൽ അതേ ഉമ്മ തന്നെ ഈ കുട്ടി വീഴാൻ പോകുമ്പോ വിളിക്കാണ് ബഷീറേ. പക്ഷേ ആ കുട്ടിയുടെ വാപ്പയായ ബഷീർ കഴിഞ്ഞ വർഷം മരണപ്പെട്ടു പോയിട്ടുണ്ട്. ബഷീർ ജീവിച്ചിരിക്കണില്ല. എന്നിട്ട് ഉമ്മ വിളിക്കാൻ, എന്റെ ബഷീറേ കുട്ടിനെ കാക്കണേ. അത് കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറത്തുള്ള വിഷയമാണ്. അത് അഭൗതികമായ വഴിയിലൂടെയുള്ള വിഷയമാണ്. അത് മറഞ്ഞ വഴിയിലൂടെയുള്ള വിഷയമാണ്. എന്താ കാര്യം? അവിടെ കാര്യമില്ല. അഥവാ ബഷീർ എന്ന് പറയുന്ന വ്യക്തി ജീവിച്ചിരിക്കുന്നില്ല, അവൻ മരണപ്പെട്ടു പോയിരിക്കുന്നു. അവിടെ കാരണമല്ല. എന്താ കാരണം? ബഷീർ അത് കേൾക്കൂല, ബഷീർ ഖബറിൽ നിന്ന് എഴുന്നേറ്റ് വരൂല, അതവിടെ കുട്ടിനെ പിടിക്കൂല. അപ്പൊ അവിടെ കാര്യവും കാരണമല്ല. പിന്നെ അഭൗതികമായ മാർഗത്തിലൂടെ ബഷീറിന് എന്തെങ്കിലും സഹായങ്ങൾ ചെയ്യാൻ കഴിയുമെന്ന വിശ്വാസം മുസ്ലിങ്ങൾക്ക് പാടില്ല. അത് അള്ളാഹ്ക്ക് മാത്രമേ കഴിയുള്ളൂ. അപ്പൊ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ ഒരു വിളിയാണ് ആ ഉമ്മ അവിടെ വിളിച്ചത്. കയ്യിലിതാ ഏലസ് കെട്ടി, കുട്ടി ഇങ്ങനെ കൈയും കാലിട്ട് വിറക്ക, അപസ്മാരം വന്നു. അപ്പൊ വേഗം ഒരു ഏലസ് പിടിച്ച് കെട്ടുകയാണ്. അപ്പൊ ഏലസ് കെട്ടിയാൽ എങ്ങനെയാ അത് ഒതുങ്ങുക? എന്താ അതിന്റെ കാര്യം? എന്താ അതിന്റെ കാരണം? വിശദീകരിക്കാൻ പറ്റണില്ല. അത് കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായൊരു വിശ്വാസമാണ് ആ ഏലസിലുള്ളത്. അതുകൊണ്ടത് ശിർക്കാണ്. എന്നാൽ വേഗം ഡോക്ടർ കുറിച്ചു കൊടുത്ത ഒരു മരുന്ന് അവിടെ അലമാരിയിലുണ്ട്. ആ മരുന്ന് ഈ കുട്ടിക്ക് ഇത് ഉണ്ടാവുമ്പോൾ കൊടുത്താൽ മതി എന്ന് ഡോക്ടർ പറഞ്ഞിരുന്നു. അപ്പൊ നമ്മൾ ആ വേഗം മരുന്നെടുത്ത് ഈ കുട്ടിക്ക് കൊടുത്താലോ? അത് കാര്യകാരണ ബന്ധത്തിന്റെ ഉള്ളിലുള്ളതാണ്. എന്തേ കാരണം? ആ മരുന്നിൽ ഇന്ന അംശങ്ങളുണ്ട്. അത് കുടിച്ചു കഴിഞ്ഞാൽ, അത് രക്തത്തിൽ അലിഞ്ഞു കഴിഞ്ഞാൽ ഇന്ന രാസപ്രവർത്തനങ്ങൾ നടക്കും. അത് നടക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഈ കുട്ടിക്ക് ഒരു ശമനം കിട്ടും. അതിൽ കാര്യമുണ്ട്, അതിൽ കാരണമുണ്ട്. അതുകൊണ്ട് തന്നെ ആ മരുന്ന് ഉപയോഗിക്കുന്നുവെന്നത് കാര്യകാരണ ബന്ധത്തിന്റെ ഉള്ളിലുള്ള വിഷയമാണ്. എന്നാൽ ആ ചരട് കെട്ടിയാൽ, ഏലസ് കെട്ടിയാൽ, മന്ത്രിച്ചൂതിയാൽ അത് മാറുമെന്ന് വിശ്വസിക്കുമ്പോഴോ അതൊരിക്കലും തന്നെ അഭൗതികമായ മാർഗത്തിലൂടെയുള്ളതാണ്. അത് ചരട് കൊണ്ട് കിട്ടുമെന്ന് വിശ്വസിക്കാൻ പാടില്ല. അത് ഇതുപോലുള്ള വസ്തുക്കൾ കൊണ്ട് കിട്ടുമെന്ന് വിചാരിക്കാൻ പാടില്ല. അത് അള്ളാഹുവിൽ നിന്ന് മാത്രമേ കിട്ടുകയുള്ളൂ. ഇത്ര ക്ലിയറാ സുഹൃത്തുക്കളെ. അതുകൊണ്ട് അഭൗതികമായ മാർഗത്തിലൂടെയുള്ള വിളി അള്ളാഹിനോടെ വിളിക്കാൻ പാടുള്ളൂ. ചുരത്തിൽ നിന്ന് വണ്ടിന്റെ ബ്രേക്ക് പോയി എന്ന് പറഞ്ഞാൽ അവിടെ പടച്ചോനെ കാക്കണേ എന്ന് വിളിക്കാൻ പാടുള്ളൂ. അവിടെ മൊയ്യദ്ദീൻ ശൈഖേ എന്ന് വിളിച്ചാൽ അത് പ്രാർത്ഥനയാണ്. എന്ത് ന്യായം പറഞ്ഞിട്ടും കാര്യമില്ല. ആ പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രമേ നടത്താൻ പാടുള്ളൂ. അത് നടത്തുമ്പോൾ മാത്രമേ നമ്മൾ മുഅ്മിനാകുന്നുള്ളൂ, മുവഹിദാകുന്നുള്ളൂ, സ്വർഗത്തിന്റെ അവകാശിയാകുന്നുള്ളൂ. ഇത് പറയാനാണ് നിർഭയത്വം തൗഹീദിലൂടെ മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്ന ഈ ഒരു സന്ദേശവുമായി, ആദർശ പ്രയാണവുമായി വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ ഈ കേരളത്തിന്റെ ഗ്രാമാന്തരങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്. അപ്പൊ സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞതിന്റെ ചുരുക്കത്രയേ ഉള്ളൂ. നിങ്ങൾ നെഞ്ചത്ത് കൈവച്ച് ചിന്തിക്കുക, നമ്മുടെ പ്രാർത്ഥനകൾ ആരോടാണെന്ന് നമ്മൾ ആലോചിക്കുക. സുഹൃത്തുക്കളെ, ഞങ്ങൾ അള്ളാഹിനോട് മാത്രം പ്രാർത്ഥിക്കും. ഇത് മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. ഇത് ഇവിടെ ആളണ്ട കിട്ടാനല്ല, മുജാഹിദ് പ്രസ്ഥാനക്കകത്ത് ആളെ കൂട്ടാനല്ല, ഇതിനെ മെമ്പർഷിപ്പ് കൂട്ടാനല്ല. ഞങ്ങൾക്ക് ഭൗതികമായിട്ട് എന്തെങ്കിലും നിങ്ങൾ തരുവും വേണ്ട, ഒന്നും വേണ്ട. ഇത് നിങ്ങളോട് ഞങ്ങളെ സ്നേഹം കൊണ്ട് മാത്രം പറയണം. ഇത് പറഞ്ഞു കൊടുത്തിട്ടില്ലേ നാളെ പരലോകത്ത് പഠിച്ചോന്ന് ചോദിക്കുമ്പോൾ അത് ഞങ്ങൾ ഉത്തരവാദിത്വം നിർവഹിച്ചിട്ടുണ്ട് എന്ന് പറയാൻ വേണ്ടി മാത്രമാണ്. വേണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒഴിവാക്കാം, ഒരു പ്രശ്നമില്ല. പക്ഷെ പറയുന്നത് നിങ്ങൾ അന്വേഷിക്കണം. ഇന്നല്ലെങ്കിൽ സുഹൃത്തുക്കൾ, നാളെ നമ്മൾ മരിച്ചു പോകേണ്ട ആൾക്കാരാണ്. ആ മരണപ്പെട്ടു പോകുമ്പോൾ ഉറപ്പാണ് നിങ്ങളെ മുസ്ലിയാക്കന്മാരോട് ചോദിച്ച്, ഉസ്താദന്മാരോട് ഒരു ചോദ്യം ചോദിക്കും. ഞാൻ സാധാരണക്കാരോട് മുന്നിൽ കണ്ടിട്ടാണ് പറയുന്നത്. ഇന്ന് നാളെ സുബൈക്ക് നിങ്ങൾ പള്ളിയിൽ പോകുമ്പോൾ ചോദിക്കും, ഉസ്താദ് ഞാനൊരു കാര്യം ചോദിക്കട്ടെ, എന്ത്? ഞാൻ നാളെ മുതൽ ഞാൻ സുന്യൻ, ഞാൻ ഈ പള്ളിയിൽ തന്നെ വരിക. പക്ഷെ നാളെ മുതൽ ഞാൻ മരിക്കണത് വരെ എന്ത് പ്രയാസം എനിക്കുണ്ടായാലും പടച്ചോനെ കാക്കണേ, റബ്ബെ കാക്കണേ എന്നേ ഞാൻ പറയുള്ളൂ. ഞാൻ അള്ളാഹിനോട് മാത്രമേ പ്രാർത്ഥിക്കുള്ളൂ. ഞാൻ മരിച്ചു പോയാലോടോ കബറാളികളോടോ CM മടവൂരിനോടോ ബദരീങ്ങളോടോ ഒന്നും ഞാൻ പ്രാർത്ഥിക്കൂല. അങ്ങനെ ഞാൻ മരിച്ചു പോയാൽ എനിക്ക് സ്വർഗം കിട്ടുമോ എന്ന് ചോദിച്ചു നോക്കി. ഒന്ന് ചോദിക്കുങ്ങൾ. കിട്ടൂല എന്ന് പറയില്ല, കിട്ടുന്നേ പറയുള്ളൂ. നമ്മൾ വിശന്ന് ദാഹിച്ച് വലഞ്ഞ് വീട്ടിലേക്ക് കയറിച്ചില്ല, ഒരു സ്ഥലത്തേക്ക് കയറിച്ചില്ല. അപ്പോൾ അവിടെ മേശപ്പുറത്ത് 2 ഗ്ലാസ്സിൽ വെള്ളം വെച്ചിട്ടുണ്ട്. 2 ആൾ അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പം നമ്മൾ വെള്ളം കണ്ടപ്പോൾ വലിയ ആവേശത്തോട് കൂടി 8 ഗ്ലാസ് വെള്ളം എടുത്തു. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ അതിൽ കലങ്ങിയിട്ടുണ്ട്, അതിലെന്തൊക്കെയോ സാധനങ്ങൾ ഇങ്ങനെ ഓടിക്കളിക്കുന്നുണ്ട്. അപ്പം മറ്റേ ആൾ പറഞ്ഞു, എന്ത്
അത് കുടിക്കാൻ പാടില്ല കേട്ടോ, അത് കുഴപ്പമുള്ള വെള്ളമാണേ, പ്രശ്നമുള്ള വെള്ളമാണേ. അയാൾ നമ്മളെ ബേജാറാക്കി. ആ മറ്റേ ആൾ പറഞ്ഞു എന്ത്, അത് കുഴപ്പമുള്ള വെള്ളം തന്നെയാണ്, ശരിയാണ്. അപ്പൊ അത് അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കം ഉണ്ടായിമേ. അല്ല, ഒരാൾ കുഴപ്പമുണ്ട് ഒരാൾ കുഴപ്പമില്ല എന്നും പറയാം, തർക്കമാണ്. അപ്പൊ ഇയാളാക്കെ വിഷമായി, ഇയാൾക്കാണെങ്കിൽ വെള്ളം കുടിക്കണമല്ലോ. അപ്പൊ തൊട്ട് ഇപ്പുറത്തിരിക്കുന്ന ഗ്ലാസ്സിലെ വെള്ളം ഒരു കുഴപ്പമില്ല. അപ്പൊ ഇയാൾ ചോദിച്ചു, ഈ വെള്ളത്തിന് വല്ല കുഴപ്പമുണ്ടോ ചോദിച്ചു. അപ്പൊ ഇരിക്കണ രണ്ടാളും പറഞ്ഞു അത് നല്ല വെള്ളമാണ്, അത് കുഴപ്പമില്ല. മറ്റേ വെള്ളത്തെ പറ്റി തർക്കമുണ്ട്. നിങ്ങൾ ആരോഗ്യം നോക്കുന്ന ആളാണെങ്കിൽ ആ സമയത്ത് ഏത് ഗ്ലാസ്സത്തെ വെള്ളം കുടിക്കാം? ഒരു ചെറിയ ലളിതമായ കാര്യം ഞാൻ പറയണേ. ഈ തർക്കത്തിലുള്ള വെള്ളം കുടിക്കോ അതോ രണ്ടു കൂട്ടരും സമ്മതിക്കുന്നത് കുടിക്കോ? കാരപറമ്പിലെ അള്ളാനെ പേടിക്കുന്ന, പടച്ചോനെ പേടിക്കുന്ന, സ്വർഗം കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന, ആ നരകാഗ്നിയിൽ കിടക്കരുതേ എന്ന് കൊതിക്കുന്ന നല്ല മനസ്സുള്ളവരോടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ ഏത് വെള്ളം കുടിക്കും? ആർക്കും അഭിപ്രായ വ്യത്യാസമില്ലാത്ത ആ തെളിഞ്ഞ വെള്ളമല്ലേ നമ്മൾ കുടിക്കൂ. എന്നാ സുഹൃത്തുക്കളെ, അതിലേറെ ഗൗരവപ്പെട്ട തർക്കമാണ് ഇവിടെ നടക്കുന്നത്. ഒരു കൂട്ടർ വ്യാധിക്കുന്നുണ്ട്, അള്ളാനോടും പ്രാർത്ഥിക്കുക, അള്ളാഹ് അല്ലാത്തവരോടും പ്രാർത്ഥിക്കുക, അതിന് കുറെ ന്യായങ്ങൾ പറയാം. എന്നാൽ വേറൊരു വിഭാഗം എന്ത് പറയുന്നു? അള്ളാനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ. നിങ്ങൾ എന്ത് ന്യായം പറഞ്ഞിട്ടും കാര്യമില്ല, അള്ളാനോട് ചോദിക്കുന്നത് വേറെ ആളോട് ചോദിക്കാൻ പാടില്ല, മരിച്ചുപോയോട് ചോദിക്കാൻ പാടില്ല, ബദരീങ്ങളോട് ചോദിക്കാൻ പാടില്ല. അപ്പൊ മറ്റേ തർക്കിക്കാണ്. അപ്പൊ അത് അപ്പുറത്ത് ഒരു വിശ്വാസം എന്താ, അള്ളാനോട് മാത്രം പ്രാർത്ഥിക്കുന്നതിനെ പറ്റി എന്താ അഭിപ്രായം? രണ്ടാളും പറയാം അതിന് കുഴപ്പമില്ല. അള്ളാനോട് മാത്രം പ്രാർത്ഥിച്ച സ്വർഗത്തിൽ പോകോ? ഇല്ല, പോകൂല എന്ന് പറയാൻ പറ്റൂല, പോകും. ഏതെടുക്കേണ്ടത്? ഏത് കാര്യം പറയുമ്പോൾ ഒരു ചാപ്പയടി വരും. തൗഹീദ് പറയുമ്പോൾ ചാപ്പയടിക്ക് എന്താ, നിങ്ങൾ കുഴപ്പമുണ്ടാക്കുകയാണ്, അതാണ് ചാപ്പ. നേരത്തെ ഞാൻ പറഞ്ഞു ഇതിന്റെ വസ്തുത. അതേപോലെ ഇപ്പൊ ഇന്ന് ഇറാനും അതേപോലെ തന്നെ അമേരിക്കയും തമ്മിൽ യുദ്ധം നടക്കുകയാണ്. അത് പശ്ചിമേഷ്യയെ മൊത്തം മുഖരിതമാക്കിയിരിക്കുകയാണ്. ഈ പ്രശ്നം ഇന്ന് കേരളത്തിൽ പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയകളിൽ വലിയ ചർച്ചയാണ്. ഈ ചർച്ചക്കിടയിൽ ഒരു ചാപ്പയടി നടക്കുന്നുണ്ട് ഇവിടെ. എന്താണ് ആ ചാപ്പയടി? ഇതിലുള്ള യാഥാർത്ഥ്യം പറഞ്ഞാൽ എന്തു പറയും? നിങ്ങൾ സയനിസ്റ്റുകളാണെന്ന് പറയും, നിങ്ങൾ സാമ്രാജ്യത്വവാദികളാണെന്ന് പറയും, നിങ്ങൾ അവരുടെ മൂട് താങ്ങികളാണെന്ന് പറയും, നിങ്ങൾ ജൂതന്മാരാണെന്ന് പറയും, നിങ്ങൾ ജൂതന്മാരുടെ ഏജന്റ് ആണെന്ന് പറയും. അത് പറയാനായിട്ട് സൈബർ ലോകത്തൊരു കൂലിപ്പട്ടാളം തന്നെ ഇറങ്ങിക്കളിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തു പറഞ്ഞതിന്റെ പേരിലാണ് നിങ്ങൾ സാമ്രാജ്യത്വവാദികളാണെന്ന് പറയുന്നത്? എന്തു പറഞ്ഞതിന്റെ പേരിലാണ് നിങ്ങൾ ജൂതന്മാരാണെന്ന് പറയുന്നത്? അത് മറ്റൊന്നുമല്ല, ഈ ഇറാനിലുള്ളത് ഷിയാക്കളാണ്. ഈ ഷിയാ വിശ്വാസം അഹ്ലു സുന്നയുടെ വിശ്വാസമല്ല എന്നു പറഞ്ഞതിന്റെ പേരിൽ, ഞാനതിന്റെ രാഷ്ട്രീയത്തിലേക്കല്ല പോകുന്നത്, മറിച്ച് ഈ യുദ്ധവും പ്രശ്നങ്ങളും വന്നപ്പോ ഈ സന്ദർഭം വെച്ചുകൊണ്ട് സാമ്രാജ്യത്വത്തിന്റെ ആ ഭീകരമായ അവസ്ഥകൾ സമൂഹത്തിൽ വിശദീകരിച്ചുകൊണ്ട് എല്ലാവരും ഇനി ഈ ഷിയാക്കളുടെ വിശ്വാസത്തെ നോർമലൈസ് ചെയ്തെടുക്കുന്നതിന് വേണ്ടി ഇവിടെ പത്രങ്ങളിൽ ലേഖനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു, പ്രസിദ്ധീകരണങ്ങളിൽ ലേഖനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു, അതുപോലെ ഉത്തരവാദപ്പെട്ട ആളുകൾ പ്രസ്താവനകൾ ഇറക്കിക്കൊണ്ടിരിക്കുന്നു, ഫേസ്ബുക്കിലൂടെ എഴുതിക്കൊണ്ടിരിക്കുന്നു, ഇന്റർവ്യൂകൾ നൽകിക്കൊണ്ടിരിക്കുന്നു. എന്താ പറയുന്നതിന് ചുരുക്കം, അഹ്ലുസുന്നയും ഷിയാക്കളും തമ്മിൽ എന്തോ മസലയിലുള്ള അഭിപ്രായ വ്യത്യാസം മാത്രമേ ഉള്ളൂ, എന്തോ കർമ്മശാസ്ത്രപരമായ പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ, അതിൽ അങ്ങനെ നിങ്ങൾ പറയണം വിശ്വാസപരമായ പ്രശ്നമൊന്നുമില്ല, അതുകൊണ്ട് അവർ പ്രശ്നമാണ്, അവർ കുഴപ്പമാണ്, അവരുടെ വിശ്വാസം പ്രശ്നമാണ് എന്ന് പറയേണ്ട സമയമല്ല ഇത്. ഇപ്പോൾ അത് പറയേണ്ട സമയമല്ല, അത് പറയേണ്ട സമയമല്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അവർക്ക് പറയാനുള്ളതൊക്കെ അവർ പറയുന്നുണ്ട്. എന്ത്? ഷിയാക്കളെ കുറ്റം പറയാൻ പാടില്ല, അവർക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുക. ഈ സാമ്രാജ്യത്വത്തിന്റെ ഭീകരതകൾ പറഞ്ഞുകൊണ്ട് അതോടൊപ്പം തന്നെ ഷിയായി വിശ്വാസത്തെ നോർമലൈസ് ചെയ്യുന്ന ഒരു സാഹചര്യം നമ്മുടെ നാട്ടിലുണ്ട്. സുഹൃത്തുക്കളെ, ഞാൻ ഒന്ന് രണ്ട് കാര്യം മാത്രം പറയാം. ഷിയാക്കളും അഹ്ലുസുന്നയും തമ്മിൽ കേവലം എന്തോ മദ്ഹബിപരമായ കർമ്മശാസ്ത്രപരമായ മസ്അലയിലുള്ള ഒരു പ്രശ്നം മാത്രമാണോ? ഒരിക്കലും അല്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശേഷം ഇസ്ലാമിക സമൂഹത്തെ അവർ ശൂറയിലൂടെ തെരഞ്ഞെടുക്കുന്ന
ഖലീഫയാകണമെന്നതാണ് അഹ്ലുസുന്നയുടെ നിലപാട്. എന്നാൽ ഷിയാക്കളുടെ വിഷയത്തിലുള്ള നിലപാട് എന്താ? ഇമാം അള്ളാഹുവിനാൽ നിശ്ചയിക്കപ്പെട്ട ഒന്നാണെന്നും അത് നബിയുടെ കുടുംബത്തിൽ നിന്ന് മാത്രമേ പാടുള്ളൂ എന്നാണ് ഷിയാക്കളുടെ വിശ്വാസം. അപ്പൊ ആ വിഷയത്തിൽ തന്നെ വ്യത്യാസമുണ്ട്. അഹ്ലുസുന്നക്ക് ഖലീഫയാണ് എങ്കിൽ ഷിയാക്കൾക്ക് ഇമാമത്ത് വാദമാണ് നിലനിൽക്കുന്നത്. അഥവാ അബൂബക്കർ റളിയല്ലാഹു, ഉമർ റളിയല്ലാഹു, ഉസ്മാൻ റളിയല്ലാഹു ഇവരൊന്നും അവർ അംഗീകരിക്കുന്നില്ല. അവർ ഖുലഫായിങ്ങളല്ല, അവർ ഖുലഫാഉർ റാഷിദീങ്ങളല്ല എന്നാണ് അവരുടെ വിശ്വാസം. അലി റളിയല്ലാഹു മുതൽക്കാണ് അവരെണ്ണ. അതിൽ തന്നെ അലിയുടെ കുടുംബത്തിൽപ്പെട്ടവർക്ക് മാത്രമേ ഇസ്ലാമിക ഭരണ നേതൃത്വം അംഗീകരിക്കാൻ പാടുള്ളൂ എന്ന വിശ്വാസമാണ് ഷിയാക്കൾ വെച്ച് പുലർത്തുന്നതെങ്കിൽ ഖിലാഫത്തിനെ സംബന്ധിച്ചാണ് അഹ്ലുസുന്ന പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ രണ്ടാമതായി ഖലീഫമാർ ഭരണാധികാരികളും മതപണ്ഡിതന്മാരുമാണ്. എന്നാൽ അവർ തെറ്റുപറ്റാത്തവരല്ല, അവർക്ക് അദൃശ്യമായ ജ്ഞാനമില്ല. ഇതാണ് അഹ്ലുസുന്നയുടെ വിശ്വാസം. എന്നാൽ ഷിയാക്കളുടെ വിഷയത്തിലുള്ള വിശ്വാസം എന്താ? ഇമാമുകൾ അള്ളാഹുവിനാൽ നിയോഗിക്കപ്പെട്ടവരാണെന്നും പ്രവാചകന്മാരെ പോലെ അവർ പാപമുക്തരാണ് എന്നും അവർ വിശ്വസിക്കുന്നു. വരാനിരിക്കുന്ന 12ാമത്തെ ഇമാം മഹ്ദി അദൃശ്യനായി ജീവിക്കുന്നുവെന്നതും ഇവരുടെ വിശ്വാസം തന്നെയാണ്. അപ്പൊ അവിടെയും എന്തുണ്ട്? വ്യത്യാസമുണ്ട്. മൂന്നാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എല്ലാ സ്വഹാബികളെയും അവർ നീതിമാന്മാരാണെന്നും അവരെ ബഹുമാനിക്കണമെന്നുമാണ് അഹ്ലുസുന്ന ഇവിടെ വിശ്വസിച്ചു കൊണ്ടിരിക്കുന്നത്. അബൂബക്കർ റളിയല്ലാഹു, ഉമർ റളിയല്ലാഹു, ഉസ്മാൻ റളിയല്ലാഹു ഇവരൊക്കെ തന്നെ ആദരിക്കപ്പെടേണ്ടവരാണ്, ബഹുമാനിക്കപ്പെടേണ്ടവരാണ്. എന്നാൽ ഷിയാക്കളാകട്ടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശേഷം അലി റളിയല്ലാഹുവിന് ലഭിക്കേണ്ട അധികാരം തടഞ്ഞു വെച്ചു എന്നാരോപിച്ച് ഭൂരിഭാഗം സ്വഹാബികളെയും അവർ ആക്ഷേപിച്ചു കൊണ്ടിരിക്കുന്നു, ലഅനത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കും, അബൂബക്കർ റളിയല്ലാഹുവിന് ശാപുണ്ടാകട്ടെ, ഉമർ റളിയല്ലാഹുവിന് ശാപുണ്ടാകട്ടെ, അതുപോലെ ഉസ്മാൻ റളിയല്ലാഹുവിന് ശാപുണ്ടാകട്ടെ, നഊദു ബില്ലാഹ്. നോക്കിങ്ങൾ, ഈ രീതിയിലാണ് അവരുടെ വിശ്വാസം. പിന്നെയോ വിശുദ്ധ ഖുർആൻ കഴിഞ്ഞാൽ സ്വഹീഹ് ബുഖാരി, സ്വഹീഹ് മുസ്ലിം തുടങ്ങിയ പ്രമുഖ ഹദീസ് ഗ്രന്ഥങ്ങളെ അഹ്ലുസുന്ന ആധികാരികമായ ഗ്രന്ഥമായി കാണുമ്പോൾ ഷിയാക്കളാകട്ടെ അഹ്ലുൽ ബൈത്ത് അഥവാ നബി കുടുംബം വഴി വന്ന ഹദീസുകൾ മാത്രമേ ആധികാരികത നൽകുന്നുള്ളൂ. അൽ കാഫി പോലുള്ള ഗ്രന്ഥങ്ങളാണ് ഇവരുടെ പ്രധാനപ്പെട്ട ഗ്രന്ഥശേഖരം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അവ പ്രമാണവും അവർക്ക് വേറെയാണ്. അഹ്ലുസുന്ന 5 നേരവും പ്രത്യേകം നമസ്കരിക്കുമ്പോൾ ഷിയാക്കൾ ഉച്ച കഴിഞ്ഞുള്ള ളുഹറും അസറും മാത്രമായി രാത്രിയിലെ മഗ്രിബും ഇശാവും ഒന്നിച്ച് നിർവഹിക്കുന്ന രീതിയാണുള്ളത്. അവിടെയും വ്യത്യാസമുണ്ട്. മുത്അ വിവാഹം ഇസ്ലാമിൽ നിരോധിക്കപ്പെട്ടതാണെന്ന് അഹ്ലുസുന്നയുടെ വിശ്വസിക്കുമ്പോൾ ഷിയാക്കളിൽ ചില വിഭാഗങ്ങൾ ഇത് അനുവദനീയമാണെന്നാണ് അവർ കരുതുന്നത്. ഷിയാക്കൾ ബാങ്ക് വിളിക്കുമ്പോൾ അഷ്ഹദു അന്ന അലിയൻ വലിയുല്ലാഹ് എന്നുകൂടി ചേർക്കുന്നത് ഷിയ പള്ളികളിൽ നിന്ന് നമ്മൾ കേൾക്കാറുണ്ട്. നമ്മൾ കൊടുക്കുന്ന ബാങ്ക് എന്താ? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് എന്നാണ്. അതിന്റെ കൂടെ അലിയൻ വലിയുല്ലാഹ് എന്നുകൂടി അവർ ചേർക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇത് ഈ സമയത്താണോ പറയേണ്ടത് എന്നാണ് പലരും ചോദിക്കുന്നത്. ഈ സമയത്ത് പശ്ചിമേഷ്യയിലെ രാഷ്ട്രീയത്തിനിടയിലൂടെ തെറ്റായ മതവിശ്വാസം കൂടി പറയുമ്പോഴാണ് ഈ സമയത്ത് ഷിയാ വിശ്വാസത്തിന്റെ അപകടം നമുക്കും പറയേണ്ടി വരുന്നത് എന്നാണ് അതിന് മറുപടി പറയാനുള്ളത്. അപ്പൊ സുഹൃത്തുക്കൾ, ഒരു കാര്യങ്ങൾ മനസ്സിലാക്കുക. ഷിയാക്കൾ എന്ന് പറഞ്ഞാൽ അത് അഹ്ലുസുന്നയുടെ മറുപക്ഷത്തുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആ വിശ്വാസം ഈ സമയത്ത് ന്യായീകരിക്കാൻ പല ആളുകളും ശ്രമിക്കുന്നുണ്ട്. അതൊരിക്കലും അഹ്ലുസുന്നയിൽ വിശ്വസിക്കുന്ന ഒരാൾക്കും അനുവദിച്ചു കൊടുക്കാൻ പറ്റൂല. അപ്പൊ ഞാനത് കൺക്ലൂഡ് ചെയ്യണം. 2 നിലപാട് ഇവിടെ ഉണ്ടാവാൻ പാടില്ല. എന്താ അറിയോ? ഒന്ന്, സിയോണിസത്തെയും അതേപോലെ തന്നെ അമേരിക്കയെയും സാമ്രാജ്യത്വ ശക്തികളെയും അതിൻ്റെ അപകടം പറഞ്ഞ് ഷിയായിസം ഒന്നൊരു പ്രശ്നമല്ല എന്ന് വ്യാഖ്യാനിക്കുന്ന സ്വഭാവം പാടില്ല. അതേപോലെ തന്നെ ഷിയായിസത്തിന്റെ അപകടം പഠിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ഇനി അമ്മക്ക് രക്ഷ അമേരിക്കയാണ്, ഇനി രക്ഷ സിയോണിസമാണ്, അവരുണ്ടെങ്കിലേ അമ്മക്ക് രക്ഷയുള്ളൂ എന്ന രൂപത്തിൽ ഇനി സാമ്രാജ്യത്വന്മാരെ പറ്റി പറയണ്ട, ഇനി സിയോണിസ്റ്റുകൾ എന്നവരെ പറ്റി പറയണ്ട എന്ന് പറയുന്ന മാനസികാവസ്ഥയിലേക്കും ഒരിക്കലും തന്നെ വിശ്വാസികൾ കടന്നു പോകാൻ പാടില്ല. കാരണം അവർക്കും കൃത്യമായ അജണ്ടയുണ്ട്. ഗ്രേറ്റർ ഇസ്രായേൽ പ്രൊജക്ട്
എന്നൊരു പ്രൊജക്റ്റ് തന്നെ 980-കളിൽ അവർക്കുണ്ട്. നൈൽ നദി മുതൽ യൂഫ്രട്ടീസ് നദി വരെയുള്ള വിശാലമായ അറബ് രാജ്യങ്ങൾ കൈക്കലാക്കി ഇസ്രയേൽ വികസിപ്പിക്കുക എന്നതാണ് ഈ ഗ്രേറ്റർ ഇസ്രയേൽ എന്ന പ്രൊജക്റ്റിലൂടെ നടപ്പാക്കുന്നത്. ഇതിനായി അറബ് രാജ്യങ്ങളെ ആഭ്യന്തരമായി ഭിന്നിപ്പിക്കുവാനുള്ള ഓർഡർഡ് വിനോൻ പ്ലാൻ എന്ന ഒരു പ്ലാൻ തന്നെ അവർ നടപ്പാക്കുന്നുണ്ട്. ഈ പ്ലാൻ പ്രകാരം ഫലസ്തീൻ പൂർണ്ണമായും, ജോർദാൻ പൂർണ്ണമായും, ലെബനോൻ പൂർണ്ണമായും, സിറിയയുടെ വലിയൊരു ഭാഗവും, ഇറാഖിന്റെ പകുതിയുടെ ഭാഗവും, ഈജിപ്തിലെ സിനോയ് ഉപദ്വീപും, സൗദി അറേബ്യയുടെ വടക്കൻ ഭാഗങ്ങൾ തുടങ്ങിയവ ഹീബ്രു ബൈബിളിൽ പ്രകാരം അബ്രഹാമിന്റെ സന്തതികൾക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ടതാണ് എന്നാണ് സയനിസ്റ്റുകളുടെ വാദം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ആ ഒരു അജണ്ട വെച്ചുകൊണ്ടാണ് സാമ്രാജ്യത്വം ഇവിടെ അജണ്ടകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതും അറബ് നാടുകളിൽ ആഭ്യന്തര ശൈഥില്യം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതും. അതുകൊണ്ട് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം, അഹ്ലുസുന്ന വൽ ജമാഅയെ സംബന്ധിച്ചിടത്തോളം സിയോണിസ്റ്റുകൾ നമ്മുടെ ശത്രുക്കളാണ്, ജൂതന്മാർ നമ്മുടെ ശത്രുക്കളാണ്, അമേരിക്ക നമ്മുടെ ശത്രുക്കളാണ്, സാമ്രാജ്യത്വം നമ്മുടെ ശത്രുക്കളാണ്. അതേപോലെ തന്നെ ഇറാൻ മുന്നിൽ വെക്കുന്ന ഷിയ ആശയം ഇസ്ലാമിന്റെ ശത്രുപക്ഷത്താണുള്ളത്. അവർ മുസ്ലിം രാജ്യങ്ങളിൽ കുഴപ്പമുണ്ടാക്കിയവരാണ്. സിറിയയിൽ ലക്ഷക്കണക്കിന് ആളുകളെ കൊന്നു കുഴിച്ചു മൂടാൻ കാരണക്കാരായത് ഷിയാക്കളാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു വീഡിയോ നിങ്ങൾക്ക് ഇപ്പോൾ അടിച്ചാൽ കാണാൻ പറ്റും. അവിടെ ആ സിറിയയിൽ ബഷാറുൽ അസദ് എന്ന് പറയുന്ന ആ ഷിയാക്കളുടെ ഭരണാധികാരി അഹ്ലുസുന്നയിൽപ്പെട്ട അഥവാ സുന്നി വിഭാഗത്തിൽപ്പെട്ട മനുഷ്യന്മാരെ കൊണ്ടുവന്നുകൊണ്ട് വലിയ കുഴിയുണ്ടാക്കി ആ കുഴിയിലേക്ക് മനുഷ്യന്മാരെ തള്ളി വീഴ്ത്തുകയാണ്. എന്നിട്ട് തള്ളി വീഴ്ത്തിക്കൊണ്ട് അവരുടെ മുകളിലേക്ക് മണ്ണങ്ങനെ വാരിയിട്ടുകൊണ്ടിരിക്കുന്നു. അവസാനം കഴുത്തുവരെ മണ്ണെത്തുമ്പോ അവസാനം അവിടെ വെടിവെച്ചുകൊണ്ട് കൊല്ലുന്നു. ഒന്ന് പെടയാൻ പോലും കഴിയാത്ത വിധത്തിൽ ഒരാളെയല്ല എത്രയോ ആയിരക്കണക്കിന് ആളുകളെ, ലക്ഷക്കണക്കിന് ആളുകളെ, സുന്നികളെ ലോകത്ത് കുറ്റക്കൊല ചെയ്തത് ഷിയാക്കളാണ് എന്ന് പൂർവ്വകാല ചരിത്രമല്ല, സമീപകാല ചരിത്രമാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. മറവി നമുക്ക് പാടില്ല. അതുകൊണ്ട് ഞാൻ ഉറപ്പിച്ചു പറയുന്നു, സയനിസത്തെ നമ്മൾ വിമർശിക്കണം, ഷിയ ആദർശത്തെയും നമ്മൾ വിമർശിക്കണം. ഇത് രണ്ടും അഹ്ലുസുന്നക്ക് എതിരാണ്. ഒന്നിന്റെ കൂടി പക്ഷം ചേർന്നതുകൊണ്ടുള്ള നിലപാട് ഒരിക്കലും വിശ്വാസികൾക്കിടയിൽ ഉണ്ടാകാൻ പാടില്ല എന്നുകൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഇൻഷാ അല്ലാഹ് അവസാനിപ്പിക്കുകയാണ്. ഈ ഒരു ക്യാമ്പയിനിന്റെ, ഈ ഒരു ആദർശ പ്രയാണത്തിന്റെ കൂടെ നിങ്ങളെല്ലാവരും ചേർന്ന് നിൽക്കണം. ഇൻഷാ അല്ലാഹ് മെയ് 20 വരെ കേരളത്തിന്റെ ഗ്രാമപ്രദേശങ്ങളിലൂടെ, പട്ടണങ്ങളിലൂടെ, നഗരങ്ങളിലൂടെ ഈ യാത്ര കടന്നു പോവുകയാണ്. ഇതൊരു പ്രയാണമായി, ഇത് അഹ്ലുസുന്നയുടെ ഒരു ആദർശ കൊടുങ്കാറ്റായി ഈ കാസർഗോഡ് നിന്ന് അതുപോലെ തിരുവനന്തപുരം വരെയും അവിടെ നിന്ന് ഇങ്ങോട്ടും ഇതാ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷനും അതിന്റെ പോഷക സംഘടനകളും ഒരു ജൈത്രയാത്രയുമായി മുന്നോട്ട് നീങ്ങുമ്പോൾ നിങ്ങൾ അതിനോടൊപ്പം ഉണ്ടാകണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അള്ളാഹു ഒരുമിച്ച് കൂടൽ ഒരു സ്വാലിഹായ മലായി അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. സത്യം സത്യമായി മനസ്സിലാക്കി നാളെ പരലോകത്ത് ഉന്നതമായ സ്വർഗ്ഗം ലഭിക്കുന്ന ആ മുത്തഖീങ്ങളിൽ, മുഅ്മിനീങ്ങളിൽ അള്ളാഹു നമ്മെ ഇവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആമീൻ യാ അർഹമർ റാഹിമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.